ഈ ശോമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇത്തവണ ക്രിസ്മസിന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു വിഷയം ധ്യാനിക്കാം. ദശാവതാരവും മനുഷ്യാവതാരവും. ദശാവതാരം നമ്മുടെ ഹിന്ദു സഹോദരന്മാരുടെ ഒരു വിശ്വാസമാണ്, സങ്കല്പമാണ്. മനുഷ്യാവതാരം ക്രിസ്ത്യാനികളുടേതും. ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അന്തരമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ്? അവ തമ്മിൽ പൊരുത്തപ്പെടുത്താൻ പറ്റാത്ത വിധം അത്ര വലിയ അന്തരമുണ്ടോ? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് ഇതേക്കുറിച്ച് ഒന്ന് പറയാൻ. വർഷങ്ങളായിട്ട് പറയുന്നതാണ്, പക്ഷെ എനിക്കിപ്പോഴാണ് ഒരു അവസരം ഒത്തു വന്നത്. ഈ എന്നോട് ആവശ്യപ്പെട്ട ആളുകൾ പറഞ്ഞത് പല വേദ പണ്ഡിതന്മാരോടും ചോദിച്ചു, അത്ര തൃപ്തികരമായ ഉത്തരം കിട്ടിയില്ലെന്നാണ്. ഇപ്പം ഞാൻ പറയുന്ന ഉത്തരവും എന്തുമാത്രം തൃപ്തികരമാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഈ ക്രിസ്തുധർമ്മം വിശ്വസിക്കുന്ന കാര്യവും ക്രിസ്തുധർമ്മത്തിലെ മനുഷ്യാവതാരവും ദശാവതാരം തമ്മിലുള്ള ആ അന്തരവും ഞാൻ ഇതിനകത്ത് സൂചിപ്പിക്കാം. എൻ്റെ വീഡിയോ കേൾക്കുന്ന ഹൈന്ദവ സഹോദരന്മാരുണ്ടെങ്കിൽ, മുസ്ലിം സഹോദരന്മാരുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ക്രിസ്ത്യാനികൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ദശാവതാരവും മനുഷ്യാവതാരം തമ്മിലുള്ള അന്തരം, അല്ലെങ്കിൽ അത് തമ്മിലുള്ള എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് ചോദിക്കുന്ന മറുപടിയായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ദശാവതാരം എന്താണ് എന്ന് എനിക്ക് പറയണം, മനുഷ്യാവതാരം എന്താണെന്നും പറയണം. നിങ്ങളുടെ വിശ്വാസത്തെയോ സങ്കല്പങ്ങളെയോ ഏതെങ്കിലും തരത്തിൽ കൊച്ചാക്കി കാണിക്കാനോ മുറിപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ദശാവതാരം ഞങ്ങളുടെ ക്രിസ്ത്യാനികളുടെ കാഴ്ചപ്പാടിൽ വളരെ പോരായ്മയുള്ള ഒരു സങ്കല്പമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് ഞാൻ പറയണം. കാരണം ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനാണ്. അപ്പോൾ മറ്റു വിശ്വാസവുമായിട്ട് അതിനെ നിങ്ങൾ അവർ കേൾക്കുന്നുണ്ടല്ലോ, ടി വിയിൽ കാണുന്നു, നിങ്ങൾ സംസാരിക്കുന്നു. അപ്പോൾ അവർക്ക് സംശയം വന്നപ്പോൾ ആ സംശയത്തിന് നിവാരണമായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങളുടെ വിശ്വാസം ഏതെങ്കിലും തരത്തിൽ കൊച്ചാക്കി കാണിക്കാനോ അതിനെ മുറിപ്പെടുത്താനോ ആഗ്രഹിച്ചിട്ടില്ല. തുറന്ന ഹൃദയത്തോടെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേസമയം നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ കണ്ടാൽ എന്താണ് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നതെന്നും അത് സത്യത്തോട് എന്തുമാത്രം അടുത്ത് വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്കും ഉപകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്രിസ്ത്യാനികളോട് എനിക്ക് വേറെ കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ വീഡിയോ ചാനലിൽ നമ്മൾ വളരെ ലളിതമായ സംഗതികൾ മാത്രമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. മിക്കപ്പോഴും ചർച്ച ചെയ്യുന്നത് ദൈവത്തിൻ്റെ രഹസ്യങ്ങളാണ്. അത് ഗ്രഹിക്കാൻ കുറച്ച് പ്രയാസമുള്ള സംഗതികളാണ്. അപ്പം നമ്മൾ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ചെന്ന് ദൈവത്തിൻ്റെ രഹസ്യത്തോട് എന്തുമാത്രം അടുത്ത് വരാൻ കഴിയുന്നുവോ അതുപോലെ അടുത്ത് വരാൻ നോക്കുകയാണ്. അങ്ങനെ ശ്രമിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഭാഗ്യം അല്ലെങ്കിൽ നേട്ടം എന്താണ്? നമുക്ക് നമ്മുടെ തന്നെ രഹസ്യം അറിയാം. നമ്മൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ, എന്തിനാണ് ഭൂമിയിൽ, നമ്മുടെ ജീവിതത്തിന് അർത്ഥം എന്ത്, ഇവിടെ നമ്മൾ എവിടേക്ക് പോകുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അർത്ഥവത്തായി ജീവിക്കാനുള്ള ഒരു അടിത്തറ കിട്ടുകയാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇത് ആഴത്തിൽ കാണാനുള്ള സംഗതി ആയതുകൊണ്ട് ഒരു പള്ളിപ്രസംഗത്തിന് 7 മിനിറ്റ് കൊണ്ടൊന്നും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന സംഗതികളല്ല ഇത്. പിന്നെ ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാകണമെന്നില്ല. അപ്പം പല പ്രാവശ്യം കേൾക്കണം. അതുകൊണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്ത് വിടുന്നേ. പല പ്രാവശ്യം കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ എല്ലാ ക്രിസ്ത്യാനികളും സുവിശേഷ പ്രഘോഷകരാണ്. നിങ്ങൾ പോയി സകല ജനതകളോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാനാണ് യേശുക്രിസ്തു ക്രിസ്ത്യാനിയോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് കേൾക്കുക മാത്രമല്ല, ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന ആ സുവിശേഷ പ്രഘോഷകരെ നിങ്ങൾക്ക് മാറാം ഇതിലൂടെ. അപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യും. മറ്റുള്ളവരെ ക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പറ്റും. അവർക്കും ക്രിസ്തുവിനോലേക്ക് ചിലപ്പോൾ ഒരു അടുപ്പമുണ്ടാകാം. അപ്പം അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന്മാർക്കും കമ്മ്യൂണിറ്റികൾക്കും വിവിധ സമുദായങ്ങൾക്കും, ഈ കരിസ്മറ്റിക് സമുദായം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, സന്യാസ സമുദായം, അവിടെ എല്ലാം കൊടുത്ത് ഈ ബൈബിളിൻ്റെ ആഴത്തിലേക്ക്, ദൈവത്തിൻ്റെ രഹസ്യത്തിലേക്ക് ഊളിയിട്ടിറങ്ങാനുള്ള ഈ ശ്രമത്തിൽ പങ്കാളികളാകണമെന്ന് ഞാൻ ആമുഖമായിട്ട് പറയുകയാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദശാവതാരവും മനുഷ്യാവതാരവും. ഞാനൊരു അനുഭവം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കട്ടെ. ഞാൻ സത്ന എന്ന് പറഞ്ഞ മധ്യപ്രദേശിലെ സെമിനാരിയിൽ സെൻറ്റ് എഫ്രൈംസ് തിയോളജിക്കൽ കോളേജിൽ 3 വർഷം പഠിപ്പിച്ചിരുന്നു. ആ സമയത്ത് തന്നെയാണ് ഞാൻ ഒരു സെമസ്റ്റർ ആഫ്രിക്കയിലെ ടൻസാനിയയിൽ മൊറഗോറോയിൽ ഒരു തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ പ്രൊഫസറായിരുന്നു. ഒരു സെമസ്റ്റർ ഇവിടെയും പഠിപ്പിക്കും, ഒരു സെമസ്റ്റർ അവിടെ, അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ സത്നയിലായിരിക്കുമ്പോൾ അവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ ചിത്രകൂട് എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച്
രാമനും സീതയൊക്കെ ഒളിച്ച് താമസിച്ചിരുന്ന സ്ഥലമാണ് ചിത്രകൂട്. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. ആ മ്യൂസിയത്തിൽ ദശാവതാരം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിത്രങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അത് നടന്ന് കാണുമ്പോൾ 9ാമത്തെ അവതാരം ശ്രീബുദ്ധൻ, അവിടെ ഈ ചിത്രകൂടിലുള്ള മ്യൂസിയത്തിലാണ് പറയണേ. 9ാമത്തെ അവതാരം ശ്രീബുദ്ധൻ, 10ാമത്തെ അവതാരം യേശുക്രിസ്തു സൺ ഓഫ് ബുദ്ധ. കുരിശിന്റെ ചിത്രത്തോടു കൂടി അവിടെ എഴുതിയിരിക്കുകയാണ് 10ാമത്തെ അവതാരം യേശുക്രിസ്തു ശ്രീബുദ്ധന്റെ മകൻ. അപ്പോൾ ഈ ദശാവതാരം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ്. വിഷ്ണുവിന്റെ ദശലക്ഷക്കണക്കിന് അവതാരങ്ങളുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്, ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 10 അവതാരങ്ങൾ, അതിനാണ് ദശാവതാരം എന്ന് പറയണേ. ഈ ദശാവതാരങ്ങൾ തന്നെ ആരൊക്കെയാണ് എന്നത് നിങ്ങൾ ഏത് ഹൈന്ദവ വിഭാഗത്തിൽ പെടുന്നുവോ അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാനത് സാധാരണഗതിയിൽ നമ്മൾ കേൾക്കുന്ന ദശാവതാരങ്ങൾ വെച്ചിട്ടാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. ഈ മത്സ്യം, മീൻ, കൂർമ്മം അഥവാ ആമ, വരാഹം അഥവാ കാട്ടുപന്നി, നരസിംഹം, വാമനൻ പൊക്കം കുറഞ്ഞ ബ്രാഹ്മണൻ, പരശുരാമൻ ബ്രാഹ്മണ പോരാളി, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ചിലർ ബലരാമനെയാണ് കണക്കാക്കണേ, പിന്നെ ശ്രീബുദ്ധൻ അല്ലെങ്കിൽ ജഗന്നാഥൻ. നമ്മൾ ഒറീസയിലൊക്കെ പോയി കഴിഞ്ഞാൽ ശ്രീബുദ്ധൻ അല്ല, ജഗന്നാഥനാണ്. പിന്നെ കൽക്കി, അത് അവതരിച്ചിട്ടില്ല, വരാനിരിക്കുന്നേ ഉള്ളൂ. കലിയുഗം കഴിഞ്ഞിട്ടാണ് ഈ അവതാരം വരിക എന്നാണ്. ഇങ്ങനെ ഇതാണ് പ്രധാനപ്പെട്ട അവതാരങ്ങൾ. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീബുദ്ധൻ, പിന്നെ കൽക്കി. ഇങ്ങനെയാണ് സാധാരണഗതിയിൽ പ്രധാനപ്പെട്ടത്, അതായത് അവരുടെ പ്രധാനപ്പെട്ടത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏത് ഹൈന്ദവ വിഭാഗത്തിൽ പെടുന്നുവോ അതനുസരിച്ച് ഈ അവതാരങ്ങളിൽ സങ്കല്പങ്ങളിൽ വ്യത്യാസം വരാം. ഈ എന്തിനായിരുന്നു ഈ അവതാരങ്ങൾ? ഇപ്പം കശ്യപൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തെ നശിപ്പിക്കാൻ, കൊല്ലാനാണ് നരസിംഹം. ഇന്ദ്രനെ തോൽപ്പിച്ച മഹാബലിയെ വകവരുത്താൻ വാമനൻ. കാമധേനുവിനെ തട്ടിക്കൊണ്ടുപോയ കർത്തവ്യവീരനെ നശിപ്പിക്കലായിരുന്നു പരശുരാമന്റെ അവതാരം. പരശ് എന്ന് പറഞ്ഞാൽ മഴുവേന്തിയ രാമൻ, അതാണ് പരശുരാമൻ. അപ്പോൾ ദശാവതാരങ്ങൾ 6ാമതാണ് ഈ പരശുരാമൻ. ഈ ലോകമൊട്ടുക്കുള്ള ക്ഷത്രിയരെ കിടിലം കൊള്ളിച്ച ബ്രാഹ്മണൻ, രാവണനെ കൊല്ലാൻ ശ്രീരാമൻ, ഹംസനെ കൊല്ലാൻ ശ്രീകൃഷ്ണൻ. അപ്പോൾ ദുഷ്ടജനങ്ങളുടെ നിഗ്രഹത്തിനും ലോക സംരക്ഷണത്തിനും വേണ്ടി ഭഗവാൻ വിഷ്ണു ദശാവതാരങ്ങളും മറ്റനേകം അംശാവതാരങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഈ വിശ്വാസം ഭഗവത്ഗീതയിൽ 4ാമത്തെ അധ്യായം 7 മുതൽ 8 വരെ 7-8 വാക്യങ്ങളിൽ വളരെ പ്രസിദ്ധമായ ശ്ലോകം നമുക്കറിയാം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനായശ്ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. നമുക്കറിയാവുന്നൊരു ശ്ലോകമാണിത്, അല്ലേ? ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം വർദ്ധിക്കുമ്പോൾ അപ്പോൾ ഞാൻ അവതരിക്കുന്നു. എന്തിനാ? നല്ലവരെ സംരക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും അങ്ങനെ ധർമ്മം സ്ഥാപിക്കാനും യുഗയുഗാന്തരങ്ങളായി ഞാൻ അവതരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ധർമ്മം ക്ഷയിക്കുമ്പോൾ, അധർമ്മം വർദ്ധിക്കുമ്പോൾ നല്ലവരെ സംരക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനും അതിലൂടെ ധർമ്മം സ്ഥാപിക്കാനും ഞാൻ യുഗയുഗാന്തരങ്ങളായി അവതരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ സുരേഷ് ഗോപിയുടെ സിനിമകളുടെ ഒരു കെട്ടുമട്ടും ഇല്ലേ ഇതിന്? ബോളിവുഡ് സിനിമകളുടെ ഒരു വില്ലനെ നിഗ്രഹിക്കാൻ നായകൻ, മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒരുപാട് സിനിമകളിൽ നമുക്കത് കാണാം. അവതാരം എന്ന് പറഞ്ഞാൽ ദുഷ്ടനെ നിഗ്രഹിക്കുക, അതിലൂടെ ധർമ്മം സ്ഥാപിക്കുന്നു എന്നാണ്. ഈ മിക്കവാറുമെല്ലാം ഈ അവതാരങ്ങളുടെ സ്വാധീനം ഈ സിനിമകളിലൊക്കെ കാണാം. ഈ സ്വാമി വിവേകാനന്ദൻ ഈ അവതാരങ്ങളെക്കുറിച്ചുള്ളൊരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഈ അവതാരങ്ങളെല്ലാം ശ്രീകൃഷ്ണനെ കുറിച്ചുള്ള ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ച് മറ്റോ പറയുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എല്ലാ അവതാരങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഈ അവതാരങ്ങളെല്ലാം മഹാത്മാക്കളാണ്, അവർ സ്വതന്ത്രരാണ്. എങ്കിലും ലോകം മുഴുവൻ അനീതിയിൽ സഹിക്കുമ്പോൾ അവർക്ക് ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാൻ കഴിയില്ല. അവർ വീണ്ടും വീണ്ടും വരുന്നു, മനുഷ്യരൂപം സ്വീകരിക്കുന്നു, അങ്ങനെ മനുഷ്യവംശത്തെ സഹായിക്കുന്നു. നമ്മെപ്പോലെ അടിമത്തത്തിലല്ല അവര്, സ്വതന്ത്ര മനസ്സോടെ വരുന്നേ. അവരിലെ വലിയ ആധ്യാത്മിക ശക്തി
അതിലേക്ക് മനുഷ്യവംശത്തെ ആവാഹിച്ച് ആ മഹാത്മാക്കളുടെ ആന്തോളനം തുറന്നുകൊണ്ടിരിക്കുക. അങ്ങനെ മനുഷ്യവംശം മുഴുവൻ സ്വതന്ത്രമാകുന്നത് വരെ, പ്രപഞ്ചകഥ പൂർത്തിയാകുന്നത് വരെ ഇത് തുറന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്വാമി വിവേകാനന്ദൻ അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞ ഒരു വ്യാഖ്യാനം. ഈ വ്യാഖ്യാനത്തില് ഈ വിവേകാനന്ദൻ വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ പറയാതെ പോയ ഒരു സംഗതിയുണ്ട്. എന്താണ്? നമ്മൾ നേരത്തെ കണ്ടു, ഈ അവതാരങ്ങളിൽ മിക്ക അവതാരങ്ങളും ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയാണ്, കൊല്ലാൻ വേണ്ടിയാണ്, ദുഷ്ടന്മാരെ കൊല്ലുകയാണ്. മറ്റൊരാളെ കൊല്ലുന്ന, അപ്പോൾ കൊലപാതകിയാണ്, കൊല്ലുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ആധ്യാത്മികതയുടെ വലയമുണ്ടാകുന്നത്? അതെങ്ങനെയാണ് തുടർച്ചയായി ആന്തോളനത്തിൽ ഇളകിക്കൊണ്ടിരിക്കുന്നത്? അതിലേക്ക് എങ്ങനെയാണ് മനുഷ്യവംശം ആകർഷിക്കപ്പെടുന്നത്, ആവാഹിക്കപ്പെടുന്നത്? അങ്ങനെ കൊലപാതകത്തിലൂടെ നിഗ്രഹം ഇല്ലേ, ആരെങ്കിലും കൊന്നിട്ടാണല്ലോ. ഈ എല്ലാ അവതാരങ്ങളും കൊലപാതകം ചെയ്തിട്ടാണ്, അതായത് ദുഷ്ടനെ നിഗ്രഹിക്കുകയാണ്. അപ്പൊ ദുഷ്ടനെ നിഗ്രഹിക്കുന്ന ഒരാള്, കൊലപാതകി, അത് ദേവന്റെ അധിക അവതാരമാണെങ്കിലും കൊലപാതകം ചെയ്തിരിക്കുന്നു. അപ്പൊ അങ്ങനെ ചെയ്തിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ ആധ്യാത്മികതയുടെ വലയമുണ്ടാകുക? എങ്ങനെയാണ് അത് തുടർച്ചയായി ആന്തോളനത്തിലായിരിക്കുക? അതിലേക്ക് എങ്ങനെയാണ് മനുഷ്യവംശത്തെ ആവാഹിക്കുകയും മനുഷ്യവംശത്തെ മോചിപ്പിക്കുകയും ചെയ്യുക? ദുഷ്ടരെ നിഗ്രഹിക്കുന്നതിലൂടെ ലോകത്ത് സമാധാനം ഉണ്ടാകുമോ? രക്ഷയുണ്ടാകുമോ? കൊലപാതകം ചെയ്യുന്ന പാപിക്ക് പാപികളായ മറ്റു മനുഷ്യരുടെ പാപം എടുത്തു മാറ്റാൻ കഴിയോ? അങ്ങനെ നീതി സ്ഥാപിക്കാൻ കഴിയോ? ദുഷ്ടരെ കൊന്നു തള്ളുന്ന അവതാരങ്ങൾക്ക് ലോകത്തിന്റെ രക്ഷകനാകാൻ കഴിയോ? ദുഷ്ടരെ കൊന്നു തള്ളുകയാണോ വേണ്ടത്? അവരുടെ പാപം എടുത്തു മാറ്റുകയാണോ വേണ്ടത്? ദുഷ്ടരെ നിഗ്രഹിക്കാനാണെങ്കിൽ അവതാരങ്ങൾ വേണ്ടല്ലോ. നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും പീനൽ കോഡ് പോരെ, ശിക്ഷാ നിയമങ്ങൾ പോരെ. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണെങ്കിൽ അവതാരങ്ങൾ വേണ്ടല്ലോ. നമ്മുടെ പീനൽ കോഡ് ശരിയായിട്ട് നടപ്പാക്കിയാൽ പോരെ. മനസ്സിലാവുന്നുണ്ടോ? ഈ ദുഷ്ടന്മാരെന്ന് പറയുന്നവരും ദൈവത്തിന്റെ മക്കളല്ലേ? ഈ അസുരന്മാരെന്ന് പറയുന്നവരും ദൈവത്തിന്റെ മക്കളല്ലേ? നമ്മൾ അതിലേക്ക് വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യും കേട്ടോ. ഈ ദൈവമക്കളും ഇപ്പൊ എങ്ങനെയാണ് ദൈവമക്കളാണോ എന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാനിരിക്കുന്നു നമുക്ക്. അപ്പൊ ഈ അവതാരങ്ങളുടെ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ഈ അവതാരങ്ങളുടെ ഒരു നിഴല് ബൈബിളിലുണ്ട്. അവതാരങ്ങൾ, ദശാവതാരത്തിന്റെ ഒരു നിഴല് ബൈബിളിലുണ്ട്. ന്യായാധിപന്മാരുടെ ഗ്രന്ഥങ്ങൾ, ബാറാക്ക്, യായേൽ, സാംസൺ, ഗിദയോൻ, യെഫ്ത, ഇവരൊക്കെ അതിമാനുഷരാണ്. ഇസ്രായേലരെ പീഡിപ്പിച്ച കാനാന്യരുടെ യാബിൻ രാജാവിനെ നിഗ്രഹിച്ചു യായേല്. ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം. ഇസ്രായേൽക്കരുടെ പാളയമടിക്കുകയും അവരുടെ ഭൂമിയും വസ്തുവകളും കൊള്ളയടിക്കുകയും ചെയ്ത മിദിയാനര്, അമലേക്കര് എന്നിവരെ നിഗ്രഹിക്കുന്ന ചുമതലയായിരുന്നു ഗിദയോൻ. യെറുബാലിനും അദ്ദേഹത്തിന് പേരുണ്ട്. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 6-8 അധ്യായങ്ങൾ, 6 മുതൽ 8 വരെ അധ്യായങ്ങൾ. അമ്മോന്യരെ നിഗ്രഹിക്കാനാണ് യഫ്തായുടെ നിയോഗമായിരുന്നത്. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 11. ഫിലിസ്തരെ നിഗ്രഹിക്കാനാണ് സാംസൺ. ന്യായാധിപന്മാരുടെ ഗ്രന്ഥം 13 മുതൽ 16 വരെ. അപ്പൊ നമ്മൾ കാണുന്ന ഈ പരശുരാമൻ, നരസിംഹം, പരശുരാമൻ, ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, അങ്ങനെയുള്ള അവതാരങ്ങളുടെ ഏതാണ്ട് ഒരു രൂപമാണ് ഈ പറഞ്ഞ യായേല്, ഗിദയോൻ, യെഫ്ത, സാംസണൊക്കെ. അവര് നിഗ്രഹമായിരുന്നു ഇല്ലേ? ഈ അസുരന്മാരെന്ന് അവർ കരുതിയവരെ നിഗ്രഹിച്ചു. അപ്പൊ നമുക്കൊരു ചോദ്യം ചോദിക്കാം, പിന്നെ എന്തിനാ ദൈവം ഇത് അനുവദിച്ചത്? ഈ ദശാവതാരം പൂർണ്ണമല്ലെങ്കിൽ, ഈ ന്യായാധിപന്മാര ഗ്രന്ഥത്തിൽ ദശാവതാരത്തിന് നിഴലുണ്ടെങ്കിൽ എന്തിനാണ് ദൈവം അത് അനുവദിച്ചത്? ഒന്നാമത്തെ കാര്യം, അക്രമം, ആദ്യ പാപത്തിന് ശേഷം, ഉത്ഭവപാപത്തിന് ശേഷം മനുഷ്യരിൽ അക്രമം, തിന്മ നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൽ അന്തർലീനമാണ്. മനുഷ്യ സ്വഭാവത്തിൽ അന്തർലീനമാണ് അക്രമം. അത് ആദ്യ പാപത്തിന് ശേഷമുള്ള അവസ്ഥയാണത്. ഈ അഹിംസാ മതം ഇല്ലേ, അതിൽ വിശ്വസിക്കുന്നവരാണ് ബുദ്ധമതം. പക്ഷെ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, ഈ മ്യാൻമറിലെ ബുദ്ധമതക്കാരാണ് രോഹിംഗ്യ സമുദായത്തെ ആക്രമിച്ചത്. അപ്പോ പല പ്രാവശ്യം ദലൈലാമ, ബുദ്ധമത വിശ്വാസ ദലൈലാമയോട് പലരും ചോദിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് യൂറോപ്പിൽ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ദൈവവിശ്വാസിയാണോ? അപ്പൊ ദലൈലാമ പറഞ്ഞ വാക്കെന്താ പറയോ? ഓരോരുത്തരുടെയും മനസ്സാണ് ദൈവം. ഓരോരുത്തരുടെയും മനസ്സാണ് ദൈവം. ആണോ? എന്റെ മനസ്സാണോ എന്റെ ദൈവം? അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ ഈ ഹമാസ് തീവ്രവാദികളുടെ മനസ്സ് അവരുടെ ദൈവമായിരിക്കില്ലോ. ഇസ്ലാമിക് ബ്രദർഹുഡ്, ഇസ്ലാമിക് സ്റ്റേറ്റ്, അവരുടെ മനസ്സാണോ ദൈവം?
അപ്പം നമ്മുടെ മനസ്സാണ് ദൈവമെങ്കിൽ, നമുക്ക് മുകളിൽ ദൈവം ഇല്ലെങ്കിൽ, പ്രപഞ്ച സൃഷ്ടാവാൻ ദൈവം ഇല്ല, എൻ്റെ മനസ്സാണ് ദൈവമെങ്കിൽ, ഈ നമ്മുടെ മനസ്സിന്റെ പ്രശ്നം എന്താണ്? നമ്മുടെ തെറ്റ് മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കും. അതാണ് നമ്മുടെ മനുഷ്യ മനസ്സിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇത് നിലപാട്. നമ്മൾ നമ്മുടെ തെറ്റ് മറച്ചു വെച്ച് മറ്റുള്ളവരെ ആക്രമിക്കും. അങ്ങനത്തെ അത് എന്ത് ദൈവം? അത് സ്വയം തെറ്റുകൾ മറച്ചു വെച്ചിട്ട് മറ്റുള്ളവരെ ആക്രമിക്കുന്ന മനസ്സ്. ആവർത്തിക്കട്ടെ, ദൈവം മനുഷ്യരെ നല്ലവരായിട്ട് സൃഷ്ടിച്ചത്. പക്ഷെ ആദ്യ പാപത്തോടെ അവനിലെ ധാർമ്മിക ഛായ കവർച്ച ചെയ്യപ്പെട്ടു, കളങ്കപ്പെട്ടു. ഈ ദൈവഛായക്ക് രണ്ട് വശമുണ്ട്. ഒന്ന് സ്വാഭാവിക ദൈവഛായ, മറ്റൊന്ന് ധാർമ്മിക ദൈവഛായ. സ്വാഭാവിക ദൈവഛായ അവിടെ നിലനിന്നു. പക്ഷെ ധാർമ്മിക പാപമായിരുന്നല്ലോ അത്. ധാർമ്മിക പ്രതിച്ഛായ നഷ്ടപ്പെട്ടു, കളങ്കപ്പെട്ടു, കവർച്ച ചെയ്യപ്പെട്ടു. അപ്പൊ ഇപ്പൊ നമ്മൾ ജനിക്കുന്നത് ദൈവമക്കളായിട്ടല്ല. ദൈവമക്കളാൻ സാധ്യതയുണ്ട്, പക്ഷെ ദൈവമക്കളായിട്ടല്ല. സ്വാഭാവിക ദൈവഛായ ഉണ്ട്, പക്ഷെ ധാർമ്മിക ദൈവഛായ നമുക്കില്ല. ഇതിനെയാണ് ഉത്ഭവപാപം എന്ന് വിളിക്കുന്നത്. അതായത് അക്രമം മനുഷ്യ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കാനോ ദിശ തിരിച്ചുവിടാനോ എളുപ്പമല്ല. ദൈവം മനുഷ്യർക്ക് പല അപ്പോൾ ഇതിങ്ങനെയുണ്ട്. പക്ഷേ അതാണ് ഈ അക്രമമുള്ളതിനൊരു കാരണം. ദൈവം എന്തുകൊണ്ട് അനുവദിക്കുന്ന ചോദ്യത്തിന് മൂന്ന് ഉത്തരമാണുള്ളത്. ഒന്ന്, അക്രമം, ഉത്ഭവപാപത്തിലൂടെ അക്രമം മനുഷ്യ ധാർമ്മിക ഇതയിൽ അന്തർലീനമായിരിക്കുന്നു, മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്നു. ഉത്ഭവപാപത്തോടെ അക്രമം, അപ്പൊ അക്രമം മനുഷ്യൻ ചെയ്യുന്നു. രണ്ട്, ഈ അക്രമം പാപം ചെയ്തോടുകൂടിയുള്ള അക്രമവാസന വന്നത് ഞങ്ങൾക്കൊരു അവസരം തരണ്ടേ എന്ന്, ഈ അക്രമം ഉണ്ടാക്കിയ ആൾക്ക് അത് പരിഹരിക്കാൻ ഒരു അവസരം തരണ്ടേ എന്ന് മനുഷ്യൻ ചോദിക്കുമല്ലോ. അങ്ങനെ അവസരം കൊടുക്കുകയാണ്. അതാണ് ഈ ന്യായാധിപന്മാരുടെ കഥയിലെല്ലാം കാണുന്നത്. അതായത് അക്രമം തുടങ്ങി വെച്ചത് മനുഷ്യനാണ്. അത് പരിഹരിക്കാൻ മനുഷ്യർക്ക് ഒരു അവസരം കൊടുക്കണം. ഞങ്ങൾക്കൊരു അവസരം തന്നില്ലല്ലോ എന്ന് ദൈവത്തോട് പറയരുതല്ലോ. അവസരം കൊടുത്തു നോക്കുകയാണ്. അപ്പൊ ഈ ദശാവതാരങ്ങൾ എന്ന് പറയുന്നതും ന്യായാധിപന്മാരുടെ ഗ്രന്ഥത്തിൽ കാണുന്ന ഈ വീരപുരുഷന്മാര്, ഈ നിഗ്രഹിക്കുന്ന പുരുഷന്മാര്, അവർക്കെല്ലാം ഒരു അവസരം കൊടുത്തു നോക്കുകയാണ്. നിങ്ങൾ തുടങ്ങി വെച്ച അക്രമം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ ഇല്ലയോ? ഇതിന്ന് വളരെ പ്രസക്തമാണ്. നമ്മൾ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നു, അണുബോംബ് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കാൻ നമുക്കറിയാം, പക്ഷെ അത് ദോഷം ചെയ്യാതെ നശിപ്പിക്കാൻ നമുക്കറിയോ? അക്രമം ഉണ്ടാക്കാൻ നമുക്കറിയാം, ദോഷം പരിഹരിക്കാൻ നമുക്ക് പറ്റുമോ? നമുക്ക് ഒരാളെ കൊല്ലാം, ബലാത്സംഗം ചെയ്യാം, അതിനെ എന്നെ ജയിലിൽ കൊണ്ടിടുകയോ എന്നെ തൂക്കിക്കൊല്ലുകയോ ചെയ്താലും ഇവർക്ക് നീതി കിട്ടുമോ? ഈ കൊല ചെയ്യപ്പെട്ട ആൾക്കോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട ആ വ്യക്തിക്കോ ഈ നമ്മൾ ജയിലിൽ കൊണ്ടിട്ടു അല്ലെങ്കിൽ തൂക്കിക്കൊന്നു, അവർക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുമോ? തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ചുരുക്കത്തിൽ ഈ പറഞ്ഞ ഈ ഉത്ഭവപാപത്തിന് ശേഷം മനുഷ്യനിൽ അക്രമവാസന അന്തർലീനമാണ്. അതുകൊണ്ട് മനുഷ്യർ അക്രമം ചെയ്യുന്നു. അക്രമത്തിന് പരിഹാരം ചെയ്യാൻ ഞങ്ങൾക്കൊരു അവസരം തരണം എന്ന് മനുഷ്യർ ദൈവത്തോട് ചോദിക്കില്ലോ. ദൈവം അവസരം കൊടുത്തതാണ് നമ്മൾ ഈ ദശാവതാര കഥകളിലും അതുപോലെ തന്നെ ഈ ന്യായവിധന്മാരുടെ ഗ്രന്ഥത്തിലും കാണുന്നത്. പക്ഷെ അവിടെയൊക്കെ സംഭവിക്കുന്നത് പാപത്തെ കൈകാര്യം ചെയ്യല്ല, പാപം ചെയ്തവരെ അല്ലെങ്കിൽ തിന്മ ചെയ്തവരെ കൊന്നുകളയാണ്. അപ്പൊ അതിന് വേറെ ഇതിൽ നിന്ന് വരുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണത്? ഈ അക്രമത്തെ പ്രസവിക്കുകയുള്ളൂ. അക്രമത്തെ പ്രസവിക്കുകയുള്ളൂ. അക്രമത്തിന് ഒരിക്കൽ പോലും സമാധാനം കൊണ്ടുവരാനോ രക്ഷ കൊണ്ടുവരാനോ കഴിയില്ല. ഞാൻ ഈ മനുഷ്യനിൽ അന്തർലീനമായിരിക്കുന്ന തിന്മയെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് പറയാൻ, ഈ റോമാലേഖനത്തിലെ 7-ാമത്തെ അധ്യായം 15 മുതൽ 24 വരെ വചനങ്ങളിൽ വിശുദ്ധ പൗലോസ് പറയാണ്, ഞാൻ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ഇച്ഛിക്കുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ ന്യായപ്രമാണം നല്ലതെന്ന് ഞാൻ സമ്മതിക്കുന്നു. ആകയാൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. എന്നിൽ, അതായത് എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. എന്നിൽ, അതായത് ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ല. ഇച്ഛിക്കാത്ത തിന്മയത്ര ഞാൻ ചെയ്യുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ചെയ്യുന്നുവെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ഇച്ഛിക്കുന്ന ഞാൻ എൻ്റെ പക്കൽ തിന്മ എന്നൊരു നിയമമുണ്ടെന്ന് അറിയുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ നിയമത്തിൽ രസിക്കുന്നു. എങ്കിലും എൻ്റെ ബുദ്ധിയുടെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം എൻ്റെ അവയവങ്ങളിൽ ഞാൻ കാണുന്നു.
അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപത്തിന്റെ നിയമത്തിനെ എന്നെ അടിമയാക്കി കളയുന്നു. അയ്യോ, ഞാൻ എന്തൊരു ദൗർഭകനായ മനുഷ്യൻ. ഈ മരണത്തിന് അധീനമായി ശരീരത്തിൽ ആര് എന്നെ വേർപ്പെടുത്തും, വിടുവിക്കും, വിമോചിക്കും? അതായത് ഞാൻ ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ എന്റെ നിയന്ത്രണത്തിലല്ല, അക്രമം എന്നിൽ രൂഢമൂലമായിരിക്കുന്നു. ഇതാണ് പൗലോസ് പറയുന്നത്. തീർന്നില്ല, ഇതിന് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. ഈ ദ റിപ്പബ്ലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമുണ്ട് പ്ലേറ്റോയുടെ. പ്ലേറ്റോ ജീവിച്ചിരുന്നത് ക്രിസ്തുവിന് മുൻപ് BC 525 456 കാലയളവിലാണ്. അപ്പോൾ ക്രിസ്തു ജനിക്കുന്നതിനും ഒരു 500 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത് പ്ലേറ്റോ ദ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. അദ്ദേഹം ഒരു ചോദ്യം ചോദിക്കുക, ഏറ്റവും നീതിമാനായ മനുഷ്യൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹം പറയാണ്, നമ്മൾ അവനെ ചമ്മട്ടിയടിക്കും, പീഡിപ്പിക്കും, ചങ്ങലയ്ക്കിടും, കണ്ണുകൾ കുത്തിയെടുക്കും, ചുഴന്നെടുക്കും. എന്നിട്ട് പീഡനമുറകളുടെ അങ്ങേയറ്റത്ത് നമ്മൾ അവനെ ക്രൂശിക്കും. ഈ ക്രൂശിക്കും എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രൂശിക്കും, ക്രൂശാരോഹണം പൗരസ്ത്യ ദേശത്തുണ്ടായിരുന്ന ഒരു ശിക്ഷാരീതിയാണ്. അത് റോമാക്കാർ അഡോപ്റ്റ് ചെയ്തു, ദത്തെടുത്തു. എന്തിനെന്നറിയോ? റോമൻ പൗരന്മാരല്ലാത്തവരെ, കുറ്റവാളികളെ കൊന്നുകളയാൻ. ഈ പ്ലേറ്റോ ഗ്രീസിൽ നിന്നുള്ള തത്വജ്ഞാനിയാണ്. പൗരസ്ത്യനുമല്ല, റോമാക്കാരനുമല്ല. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച വാക്കോ ക്രൂശിക്കും. അപ്പൊ യേശുവിന്റെ ക്രൂശമരണത്തെ ശരിക്കും പ്രവചിച്ച ഒരു പ്രവചനമായിട്ടാണ് ഈ ദ റിപ്പബ്ലിക് എന്ന ഗ്രന്ഥത്തില് ഈ പ്ലേറ്റോയുടെ വചനങ്ങളെ കാണണേ. അദ്ദേഹം, ഞാൻ ഒന്നുകൂടി പറയാണ്, ഏറ്റവും നീതിമാനായ മനുഷ്യനെ നമ്മൾ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവനെ തല്ലും, മുഖത്ത് തുപ്പും, നഗ്നനായിട്ട് വലിച്ചിടയ്ക്കും, കണ്ണുകൾ കുത്തിപ്പൊട്ടിക്കും, അവസാനം അവനെ ക്രൂശിച്ച് കൊല്ലും. അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്ന ചോദിക്കണ്ടേ? എന്തുകൊണ്ട് ഈ ഏറ്റവും നീതിമാനായ മനുഷ്യനെ കണ്ടാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നേ? അതിന് ഉത്തരം പ്ലേറ്റോ തന്നെ നൽകുന്നുണ്ട്. നീതിമാന്റെ നീതിയും നന്മയും സഹിക്കാൻ ദുഷ്ടന്മാർക്ക് കഴിയില്ല. ഞാൻ അത് വേറെ ടോക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു വളരെ വിശുദ്ധനായ ഒരാൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ വളരെ വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ വളരെ വിശുദ്ധനാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്നെ പോലെ ഒരു സാധാരണ മനുഷ്യൻ പക്ഷെ വിശുദ്ധിയിൽ ജീവിക്കുന്നു, ഞാനോ അങ്ങേറ്റം വൃത്തികേടായിട്ട് ജീവിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ എൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു തരം ഇല്ലേ, ഇൻസെക്യൂരിറ്റി, അരക്ഷിതാവസ്ഥ. ഒരു സാധാരണ മനുഷ്യൻ ഇത്രയും നന്നായിട്ട് വിശുദ്ധനായി ജീവിക്കാമെങ്കിൽ ഈ കുറ്റവാളിയായിട്ട് ജീവിക്കുന്ന ഞാൻ എനിക്കും പറ്റേണ്ടതല്ലേ? അപ്പൊ ഒന്നുകിൽ ഞാൻ മാനസാന്തരപ്പെടാനായിട്ട് ആഗ്രഹിക്കും, ഇല്ലെങ്കിൽ അയാളെ കൊന്നുകളയും. കാരണം എന്താ? നമുക്ക് നീണ്ട കാലത്തേക്ക് അരക്ഷിതാവസ്ഥയിൽ ജീവിക്കാൻ പറ്റില്ല. ഈ ശരിക്കുള്ള പ്രത്യാശയില്ലെങ്കിൽ കാത്തിരുന്ന് പറ്റാണ്ട് വരുമ്പം വെടിവെച്ച് കൊല്ലുന്നു പറയും. ഇപ്പൊ യേശു വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കുന്നുണ്ടല്ലോ. യേശു വന്നില്ലെങ്കിൽ അങ്ങനെ പ്രസംഗിക്കുന്നവർ ഒരു പക്ഷേ വെടിവെച്ച് കൊല്ലും, സ്വയം വെടിവെച്ച് കൊല്ലുകയോ മറ്റുള്ളവർ വെടിവെച്ച് കൊല്ലുകയോ ചെയ്യും. അതായത് ഇത് ഈ ശരിയായിട്ട് പ്രത്യാശയല്ലെങ്കിൽ എന്താ കാര്യം? അരക്ഷിതാവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. വരും എന്ന് പറഞ്ഞിട്ട് വരാണ്ടാവുമ്പോൾ ദേഷ്യം വരും. അപ്പൊ ഒന്നിലും മറ്റുള്ളവരെ കൊല്ലും, അല്ലെങ്കിൽ നമ്മളെ കൊല്ലും. ഇത് അരക്ഷിതാവസ്ഥയിൽ നമുക്ക് നീണ്ടു നിൽക്കാൻ കഴിയില്ല. ഒന്നിൽ നമുക്ക് ഭ്രാന്താവും, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കൊല്ലും, ഇല്ലെങ്കിൽ നമ്മൾ മാനസാന്തരപ്പെടണം. അപ്പോൾ നീതിമാന്റെ നീതിയും നന്മയും സഹിക്കാൻ ദുഷ്ടന്മാർക്ക് കഴിയില്ല. ഒന്നുകിൽ ദുഷ്ടന്മാർ മാനസാന്തരപ്പെടണം, അല്ലെങ്കിൽ നീതിമാനെ അവർ ഉന്മൂലനം ചെയ്യും. ഇതാണ് പ്ലേറ്റോ പറഞ്ഞത്. അതായത് ഓരോ യുഗത്തിനും അതിന് സ്വന്തമായ രാവണന്മാരും ഹംസന്മാരും ഹമാസന്മാരും ഉണ്ട്. ഓരോ നൂറ്റാണ്ടിലും ഉണ്ടത്. നാം ഓരോരുത്തരും ഈ അസുരന്മാരും ദേവാംശവും ഉണ്ട്. ഇതാണ് പൗലോസ് പറഞ്ഞത്, എന്നിൽ 2 നിയമങ്ങളുണ്ട്, ദൈവത്തിന്റെ നിയമവും ഈ ജഡത്തിന്റെ നിയമവും. ഇത് തമ്മിൽ എപ്പോഴും പോരാട്ടമാണ്. അപ്പോൾ അസുരൻ, ദേവനും അസുരനും, ദേവാസുരം, ഇത് നമ്മിലൊക്കെയുള്ള ഒരു പ്രശ്നമാണ്. അത് ഉത്ഭവപാപത്തോടു കൂടിയാണ് വന്നത്. ദൈവം നമ്മളെ വരപ്രസാദത്തിലാണ് സൃഷ്ടിച്ചത്. പക്ഷേ മനുഷ്യന്റെ ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം പൂർണ്ണ വളർച്ചയെത്തുമ്പോൾ മരണത്തെയും. യാക്കോബ് ശ്ലീഹയുടെ വാക്കുകളാണ്. അപ്പോൾ ഈ ഉത്ഭവപാപത്തോടെ നമ്മിൽ സംഭവിച്ച ഒരു പ്രശ്നമാണ് നമുക്ക് നമ്മെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതായത് അക്രമത്തെ കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അതിന് ദിശ തിരിച്ചു വിടാനോ പറ്റാത്ത വിധം നമ്മൾ അക്രമത്തിന് അടിമകളായി തീർന്നിരിക്കുന്നു. അക്രമം മനുഷ്യ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. അതിനെ നിയന്ത്രിക്കാനോ ദിശ തിരിച്ചു വിടാനോ നമുക്ക് കഴിയുന്നില്ല.
നമുക്ക് നമ്മിൽ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഇതാണ് മനസ്സ് ദൈവമാണ് എന്ന് വിചാരിക്കുന്ന ബുദ്ധിമതക്കാർക്കും അവരും അക്രമത്തിലേക്ക് തിരിയുന്നു. ചുരുക്കത്തിൽ ഈ മാനുഷിക വീരന്മാര്, നമ്മൾ പറഞ്ഞ സാംസണും കൂട്ടരൊക്കെ അവരെല്ലാം വലിയ വീരപുരുഷന്മാരായിരുന്നു. പക്ഷേ സമ്പൂർണ്ണ പരാജയമായിരുന്നു തിന്മയെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ. ദുഷ്ടന്മാരെ അവര് നിഗ്രഹിച്ചു, പക്ഷേ തിന്മയില്ലാണ്ടായോ? തിന്മ എപ്പോഴും നിലനിൽക്കുകയാണ്. അപ്പൊ തിന്മയെ കൈകാര്യം ചെയ്യാതെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചാൽ അക്രമം കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈ ദൈവത്തിന്റെ നിയമം, ജഡത്തിന്റെ നിയമം, ഇങ്ങനെ രണ്ട് നിയമങ്ങൾ നമ്മിൽ ഉള്ളതിനാൽ പലപ്പോഴും നമ്മൾ ഈ ജഡത്തിന്റെ നിയമത്തിന് മുൻകൈ കൊടുക്കും. അക്രമം നമ്മുടെ സ്വഭാവത്തിൽ അലിഞ്ഞുചേർന്നിരിക്കുന്നതിനാൽ ആദ്യ പാപത്തിന്റെ കെടുതിയിൽ നമുക്ക് സ്വയമേവ രക്ഷപ്പെടാൻ കഴിയില്ല. ഈ മനുഷ്യനും മതത്തെ വെറുക്കുന്നതിനുള്ള കാരണങ്ങളിൽ ഒന്ന് അതാണ്. ഏത് മതമാണെങ്കിലും തിന്മയെയോ അക്രമത്തെയോ കൈകാര്യം ചെയ്യാനോ മെരുക്കാനോ കഴിയുന്നില്ല. തുറന്നു പറഞ്ഞാൽ ഏത് മതത്തെക്കാളും വലുതാണ് മനുഷ്യന്റെ അക്രമം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന അക്രമത്തിന് കയ്യും കണക്കുമില്ല. യുദ്ധവും കലാപവും രാഷ്ട്രാന്തരീയ തലത്തിലും ദേശരാഷ്ട്ര തലത്തിലും കുടുംബത്തിലും വീട്ടിലും സ്വന്തം ജീവിതത്തിലും നിലനിൽക്കുകയാണ്. യുദ്ധവും കലാപവും നമുക്ക് എല്ലാവരിലും ഉണ്ട്. എല്ലാ മനുഷ്യരിലുമുണ്ട്, എല്ലാ നാട്ടിലുണ്ട്, രാജ്യത്തുണ്ട്, ഈ അന്താരാഷ്ട്ര തലത്തിലുണ്ട്, രാഷ്ട്രാന്തരീയ തലത്തിലുണ്ട്. ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യാൻ വന്നവരായ അവതാരങ്ങളെല്ലാം അക്രമത്തിന്റെ പാതയാണ് സ്വീകരിച്ചത്, അല്ലെ? രാവണനെ കൊന്ന ശ്രീരാമൻ, ഹംസനെ കൊന്ന ശ്രീകൃഷ്ണൻ, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞു അത്. അപ്പൊ ദുഷ്ടന്മാരെ ഉന്മൂലനം ചെയ്യുന്ന വന്നവരായ അവതാരങ്ങളെല്ലാം അക്രമത്തിന്റെ പാതയാണ് സ്വീകരിച്ചേ. അപ്പൊ ഒരു ചോദ്യം, അക്രമം വലിയ അക്രമത്തല്ലേ പ്രസവിക്കുക? അല്ലാതെ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചാൽ അവിടെ രക്ഷയുണ്ടാകുമോ? ധർമ്മം സ്ഥാപിക്കുമോ? മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ പറയുന്നുണ്ട്, പക പകയെ പ്രസവിക്കും, അക്രമം അക്രമത്തെ പ്രസവിക്കും. എന്തുകൊണ്ട്? അക്രമത്തിന്റെ ബലഹീനത എന്താണ്? എന്തിനെ നശിപ്പിക്കാനാണോ, എന്തിനെ ഉന്മൂലനം ചെയ്യാനാണോ അക്രമം ഉപയോഗിക്കപ്പെടുന്നത്, ആ അക്രമത്തെ ഇരട്ടിയാക്കുകയാണ്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കാനാണല്ലോ വരുന്നത്. അപ്പോ ഈ ദുഷ്ടന്മാരെ നിഗ്രഹല്ലേ, കൊലപാതകികളാണ്. ആ ദുഷ്ടന്മാരെ കൊന്നു കളഞ്ഞാൽ ഈ അക്രമം, അതായത് അക്രമം ഉപയോഗിച്ച് അക്രമികളെ വകവരുത്തിയാൽ അക്രമം ഇരട്ടിക്കല്ലേ ഉള്ളൂ. പക പകയെ പ്രസവിക്കും, അതാണ് അതിന്റെ ബലഹീനത. അക്രമം അക്രമത്തെ പ്രസവിക്കും. അതിന്റെ ബലഹീനത എന്ന് പറയുന്നത്, ഏത് അക്രമമാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് ആ അക്രമം ഉപയോഗിച്ചിട്ടാണ് അക്രമികളെ കൊല്ലുന്നത്. അപ്പൊ ഇല്ലേ, ആ അക്രമം വർദ്ധിക്കുകയല്ലാതെ ഒരിക്കൽ പോലും ധർമ്മം സ്ഥാപിക്കാൻ കഴിയില്ല. ഇതുകൊണ്ടാണ് യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നത്. ഈ 1400 പേരെ ഇസ്രായേൽക്കാരെ ഹമാസ് കൊന്നുകളഞ്ഞു. ഒരു 14,000 പേരെ ഇസ്രായേൽക്കാര് മറ്റവരും കൊന്നു. അപ്പൊ ബന്ദികൾ വിട്ടയച്ചു. ഈ ബന്ദികളെ മുമ്പ് വിട്ടയച്ചിരുന്നെങ്കിൽ ഈ ഇത്രയും 14,000 പേരെ, അതും അവരുടെ ഭാര്യമാരും മക്കളുമായുള്ള അവരെ ഈ മതിൽ പോലെ നിർത്തി കൊന്നുകളയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവസാനം ബന്ദികൾ വിട്ടയക്കുകയാണ്. 14,000 പേരെ കൊല്ലുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഈ 1400 പേരെ കൊന്നിട്ട് ഈ ഹമാസിന് എന്ത് കിട്ടി? പാലസ്തീൻ രാഷ്ട്രം ഉണ്ടായോ? ഇനി പാലസ്തീൻ രാഷ്ട്രം ഉണ്ടായാലും ഈ അക്രമം ചെയ്താൽ പിന്നെയും അക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കലേ ഉള്ളൂ. ഗതികെട്ടിട്ടാണ് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞാല് ഗതികെട്ട ചെയ്യേണ്ട കാര്യം ഇതാണോ? അക്രമം അക്രമത്തെ പ്രസവിക്കുക മാത്രമല്ല, എന്തിനെയാണോ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് അതിനെ ഇരട്ടിയാക്കും. ഇരുട്ടിനെ ഉന്മൂലനം ചെയ്യാനാകില്ല, വെളിച്ചത്തിനെ കഴിയൂ. ഇത് മാർട്ടിൻ ലൂഥർ കിങ് പറഞ്ഞതാണ്. അതുകൊണ്ട് ബെനഡിക്ട് മാർപ്പാപ്പ പറയാണ്, അക്രമത്തിന് ദൈവരാജ്യമോ മനുഷ്യരാജ്യമോ കെട്ടിപ്പടുക്കാൻ കഴിയില്ല. ഒരു അക്രമത്തിനും കഴിയില്ല. അത് അന്തിക്രിസ്തുവിന്റെ ഉപകരണമാണ് അക്രമം. യുദ്ധം അന്തിക്രിസ്തുവിന്റെ ഉപകരണമാണ്. ഏത് മതത്തിന്റെ പേരിൽ ചെയ്താലും അക്രമം പിശാചിന്റെ ആയുധമാണ്. അതിനാൽ ദുഷ്ടരെ നിഗ്രഹിക്കാൻ അക്രമത്തിന്റെയും യുദ്ധത്തിന്റെയും മാർഗം സ്വീകരിച്ച ദശാവതാരത്തിൽ ഏത് അവതാരവും ദയനീയ പരാജയമാണ്. ഇതാണ് ക്രൈസ്തവ വീക്ഷണം. അപ്പോൾ അക്രമത്തിന് അക്രമത്തെ ഇല്ലായ്മ ചെയ്യാൻ കഴിയില്ലെങ്കിൽ മാനുഷിക വീരനായകന്മാർ, സാംസനോ ദശാവതാരത്തിലെ അവതാരങ്ങളോ ലോക പരാജയമാണെങ്കിൽ എന്താണ് തിന്മ അല്ലെങ്കിൽ അക്രമം എന്ന പ്രശ്നത്തിലുള്ള പരിഹാരം? നീതിമാൻ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അതാണ് നമ്മൾ സ്ഥിരം കാണുന്നതെങ്കിൽ, അതാണ് ഓരോ മനുഷ്യരും സ്വയം നോക്കുന്ന കണ്ണാടിയിൽ അതാണ് കാണുന്നതെങ്കിൽ എന്താണ് ഈ മാനുഷിക പ്രശ്നത്തിലുള്ള പരിഹാരം?
ഒരു വശത്ത് ദൈവഛായയിൽ നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, സ്വാഭാവിക ദൈവഛായയിൽ. അതേസമയം അതിലുള്ള നമ്മിലുള്ള ധാർമ്മിക ദൈവഛായ വികൃതമാക്കപ്പെട്ടിരിക്കുന്നു, അത് തീർത്തും മങ്ങിപ്പോയിരിക്കുന്നു. അപ്പൊ ഈ ധാർമ്മിക പ്രതിച്ഛായ വീണ്ടെടുക്കപ്പെടണം. എങ്ങനെ? രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് എന്നാണ് ഉത്തരം. രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ധാർമ്മിക പ്രതിച്ഛായ വീണ്ടെടുക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അത് വീണ്ടെടുക്കപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, രൂപാന്തരപ്പെടുത്തണം. അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. ഇതിൽ നിന്ന് ആരെന്നെ വിടുവിക്കുമെന്ന് പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന് സ്തുതി. അതായത് നമ്മുടെ കർത്താവായ ദൈവത്തിന് സ്തുതി, അവൻ എനിക്ക് യേശുക്രിസ്തുവിനെ തന്നു. അതായത് നമ്മൾ വീണ് കിടക്കുന്ന കുഴി വളരെ ആഴത്തിലാണ്. അവിടെ സ്വയമേവ നമുക്ക് കയറാൻ പറ്റില്ല. സ്വയമേവ കയറാൻ പറ്റില്ല. മറിച്ച് വേറൊരാൾ കൈനീട്ടി തരണം. ഇതാണ് ഇതിനുള്ള പരിഹാരം. ആ കൈനീട്ടി തരുന്നത് ആരായിരിക്കണം? രൂപാന്തരപ്പെടുന്ന ആരായിരിക്കണം? അതാണ് വാസ്തവത്തിൽ ക്രിസ്തുധർമ്മം പറയുന്ന സംഗതി. അത് മനസ്സിലാക്കാൻ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ക്രിസ്തുധർമ്മം ഉപയോഗിക്കുന്ന ഒരു ചിഹ്നം എന്താണ്? കുരിശ്. എന്താണ് കുരിശ്? കുരിശിന്റെ പല കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കുരിശിലേക്ക് നോക്കുമ്പോൾ ഈ യേശുവിന്റെ ശരീരം കിടക്കുന്ന ഒരു കുരിശ് ആണെന്ന് വിചാരിക്കുക. അത് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? നമുക്ക് ഇല്ലേ ഈ മുൾമുടി വെച്ച് ശരീരം മുഴുവൻ ഇങ്ങനെ മുറിഞ്ഞ് രക്തമൊലിക്കുന്ന ഒരു രീതി. അപ്പൊ നമുക്ക് എന്താ മനസ്സിലാകുന്നത്? ഏറ്റവും നീതിമാനായ മനുഷ്യൻ, ആ മനുഷ്യനെ അക്രമികൾ ആക്രമിച്ച് അങ്ങ് പീഡിപ്പിച്ച് സകല തരത്തിലുള്ള മർദ്ദനമുറകൾ ഉപയോഗിച്ച് അവസാനം ക്രൂശിച്ചു. അതായത് മനുഷ്യന്റെ അക്രമവാസനയെയാണ് കുരിശ് ആദ്യം വെളിപ്പെടുത്തുന്നത്. മനുഷ്യൻ എന്തുമാത്രം അക്രമാസക്തനാണ്. നീതിമാനെ കണ്ടപ്പോൾ അവന് അരക്ഷിതാവസ്ഥ മൂത്ത്, അസൂയ മൂത്ത് ആ നീതിമാനെ കൊന്നുകളഞ്ഞു. നീതിമാനെ നമ്മൾ പീഡിപ്പിക്കുന്നു, നഗ്നനാക്കുന്നു, വലിച്ചിടയ്ക്കുന്നു. അവസാനം മർദ്ദനമുറകളുടെ അങ്ങേയറ്റം എത്തുമ്പോൾ അവനെ ക്രൂശിച്ച് കൊന്നുകളയുന്നു, ആണിയൊക്കെ അടിച്ചിട്ട്. എന്തൊരു ക്രൂരമായ മരണമാണ്. അപ്പോൾ മനുഷ്യൻ എന്തുമാത്രം അക്രമം മനുഷ്യനിലുണ്ട് എന്നതിന്റെ തെളിവാണിത്. ഇപ്പൊ നമ്മൾ TPA 41 വെട്ട് 51 വെട്ടോ എന്താ പറയണേ, ഒരു കോഴി ഇങ്ങനെ അല്ലേ കഷ്ണം മുറിക്കുന്ന പോലെ മനുഷ്യനെ എന്തുമാത്രം അക്രമത്തിന് സാധ്യതയാണ്. അപ്പൊ നമ്മൾ പറയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണോ? അല്ല. നമ്മുടെ വീടുകളിൽ നോക്കി, നമ്മുടെ വീടുകൾ അക്രമമില്ലേ? അപ്പൊ ഇത് മനുഷ്യൻ അക്രമാസക്തനാണ്. അത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്നില്ല, ചിലപ്പോൾ നിയമങ്ങൾ പേടിച്ചിട്ട് ചിലപ്പം അത് ചെറിയൊരു സ്ഥലത്ത് കൊണ്ട് അവസാനിച്ച് പോകുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം വെളിപ്പെടുത്തുന്നത് കുരിശ്. 2, ഈ മനുഷ്യന്റെ അക്രമത്തെ ദൈവം എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു എന്ന കാര്യവും ഈ കുരിശിൽ കാണാം. മനുഷ്യൻ അക്രമാസക്തനാണ്, അതാണ് കുരിശ് വെളിപ്പെടുത്തുന്ന ഒന്നാമത്തെ കാര്യം. ഏറ്റവും നീതിമാനെ ക്രൂശിച്ചു കളഞ്ഞു, മർദ്ദനമുറകൾ അടിയിലെ അങ്ങേയറ്റം എത്തിയപ്പോൾ ക്രൂശിച്ചു കളഞ്ഞു. മനുഷ്യൻ അക്രമവാസനയുള്ളവനാണെന്ന് തെളിയിക്കുന്നു കുരിശ്. ആ അക്രമത്തെ, മനുഷ്യന്റെ അക്രമത്തെ എങ്ങനെയാണ് ദൈവം കൈകാര്യം ചെയ്യുന്നത്, ദൈവം രൂപാന്തരപ്പെടുത്തുന്നത്, അതും വെളിപ്പെടുത്തുന്നത് ഈ കുരിശാണ്. അതായത് മനുഷ്യന്റെ അക്രമത്തെ സ്നേഹത്തിന്റെ പ്രവൃത്തിയാൽ ദൈവം തന്നിലേക്ക് തന്നെ ഏറ്റെടുക്കുകയാണ്. തന്നിലേക്ക് തന്നെ. ഇത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ വ്യക്തമാകും. അതായത് ദൈവം മനുഷ്യനാവുകയും, അതാണ് മനുഷ്യാവതാരം, തന്റെ മക്കളായ മനുഷ്യരുടെ അക്രമമെല്ലാം തന്നിലേക്ക് തന്നെ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അത് കത്തിച്ചു കളയുന്നു. അതാണ് കുരിശ്. എന്നിട്ട് അങ്ങനെ കത്തിച്ചു കളയുമ്പോൾ മനുഷ്യൻ രൂപാന്തരപ്പെടുന്നു. അവൻ പിന്നെയും പാപം ചെയ്യും, അപ്പോഴും ദൈവം ഇത് വലിച്ചെടുക്കുന്നു. അങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു. അങ്ങനെ രൂപാന്തരത്തിന്റെ സമാപനത്തിൽ അവൻ ശരീരത്തോടു കൂടി, ഈ മനുഷ്യൻ ശരീരത്തോട് ഉത്ഥാനം ചെയ്യും, യേശു ഉത്ഥാനം ചെയ്തതുപോലെ. രൂപാന്തരം കണ്ടോ? വീണ്ടെടുപ്പ് കണ്ടോ? ഇത് മറ്റേതെങ്കിലും ദശാവതാരത്തിൽ ഏതെങ്കിലും അവതാരങ്ങൾക്കുണ്ടോ ഇത്? ഇല്ല. നമുക്ക് ഈ പറഞ്ഞ കാര്യം, ഇത് ഇച്ചിരി വലിയ കാര്യമാണ്, നമുക്കൊന്നും കൂടി തെളിച്ച് പറയാം. തിന്മ, അനീതി, അക്രമം അതവിടെയുണ്ട്, ലോകത്തുണ്ട്, മനുഷ്യനിലുണ്ട്. പ്രപഞ്ചത്തെയും മനുഷ്യന്റെ ഛായയെയും ഈ അക്രമം, അനീതി, തിന്മ വികൃതമാക്കുന്നു, നശിപ്പിക്കുന്നു. അപ്പൊ തിന്മ, ലോകത്ത് തിന്മ അല്ലെങ്കിൽ അക്രമം, അനീതി, അത് ദൈവഛായയെയും പ്രപഞ്ചത്തെയും തന്നെയും. ഇപ്പൊ നമ്മൾ ഇല്ലേ ക്വാറികള് അനധികൃതമായി നടത്തുന്നു, പുഴകള് ഇല്ലേ കയ്യേറുന്നു, എന്നിട്ട് പണിയുന്നു.
ഇതെല്ലാം ബേസിക് ആയിട്ട് ഈ അക്രമവാസനയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ പ്രപഞ്ചത്തെയും നമ്മിൽ ദൈവഛായയെയും വികൃതമാക്കി നശിപ്പിച്ച് കളയുകയാണ് ഈ അക്രമം, അനീതി, തിന്മ എന്ന് പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന പാപത്തിലൂടെ, കുറ്റകൃത്യത്തിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത്. ഈ അക്രമവാസന നമ്മിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ പാപം ചെയ്യുമ്പോൾ, ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മുടെ പാപത്തിലൂടെ, കുറ്റകൃത്യത്തിലൂടെ ഈ നമ്മിൽ അന്തർലീനമായിരിക്കുന്ന അനീതിയും അക്രമവും പ്രവർത്തിക്കുകയാണ്, വെളിപ്പെടുകയാണ്. ഇങ്ങനെ വെളിപ്പെടുന്ന ഈ തിന്മ, കുറ്റകൃത്യം, പാപം, അതിനെ അങ്ങ് അവഗണിക്കാൻ ദൈവത്തിന് പറ്റുമോ? അവരെങ്ങനെയും ജീവിച്ചോട്ടെ എന്ന് വിചാരിക്കുമോ ദൈവം? ഏതെങ്കിലും സ്നേഹമുള്ള അപ്പൻ അങ്ങനെ ചിന്തിക്കുമോ? മക്കൾ തോന്നി പോലെ ജീവിച്ചോളാൻ ഏതെങ്കിലും അപ്പൻ ചിന്തിക്കുമോ? ഇപ്പൊ നമ്മുടെ കാലത്ത് ഈ കരിസ്മാറ്റിക് ധ്യാനഗുരുക്കന്മാരുടെ ഒരു പ്രശ്നം എന്താണ്? ദൈവം എല്ലാം ക്ഷമിക്കുന്നു. പക്ഷേ ആ ക്ഷമയ്ക്ക് ചില വ്യവസ്ഥകളുണ്ട്. അളവില്ലാതെ സ്നേഹിക്കുന്ന ദൈവം ക്ഷമിക്കാൻ ചില വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്, ഇല്ലേ? നിന്റെ സഹോദരങ്ങളോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കയില്ല. 2 പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് യേശുക്രിസ്തു ഈ വചനം. മത്തായി 6:15, 18:35. നിങ്ങളുടെ സഹോദരങ്ങളോട് നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുകയില്ല. എന്നിട്ട് ചില ധ്യാനഗുരുക്കന്മാർ പറയാണ് ദൈവം പണ്ടേ ക്ഷമിച്ചു, പിന്നെ എന്തിനാ ക്രിസ്തുവിനെ കുരിശുമരണത്തിന് വിട്ടുകൊടുത്തത്? അതവൻ ക്ഷമിച്ചത് കാണിക്കാൻ വേണ്ടിയാ. അവര് കെട്ടുകാഴ്ചയാണ് കുരിശ്, ഇല്ലേ? കാണിക്കാൻ വേണ്ടി. അതിനേക്കാളും വലിയ കപടനാട്യം ഉണ്ടോ? അങ്ങനെ കാണിക്കാൻ വേണ്ടിയല്ല, കുരിശിലൂടെയാണ് ക്ഷമ. നമുക്കത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനാൽ പാപത്തെ അവഗണിക്കാനോ വെറുതെ അങ്ങ് ക്ഷമിച്ച് കളയാനോ ദൈവത്തിന് കഴിയില്ല. മനുഷ്യൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, എന്റെ മക്കള് അക്രമികളായിക്കോട്ടെ, അത് എന്റെ ഭാഗമല്ല, ഞാൻ അവിടേക്ക് തിരിഞ്ഞു നോക്കില്ല എന്ന നിലപാടെടുക്കാൻ ദൈവത്തിന് കഴിയില്ല. അങ്ങനെ നിലപാടെടുത്ത ദൈവം ആകില്ല. ഈ അക്രമത്തെ കൈകാര്യം ചെയ്യണം, ദൈവം കൈകാര്യം ചെയ്യണം. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇനി അപ്പോൾ ദൈവം കൈകാര്യം ചെയ്യണം. ഒരു വശം തീർന്നില്ല. മനുഷ്യർക്ക് മാത്രമാണ് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. ഈ സ്വാതന്ത്ര്യമാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയാനും തിന്മയെ വെടിഞ്ഞ് നന്മയെ സ്വീകരിക്കാനും, അതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയണേ. ആ ഫാക്കൽറ്റിയുള്ള ഏക മൃഗമാണ് മനുഷ്യൻ. മറ്റൊരു ജന്തുവിനും സ്വാതന്ത്ര്യമില്ല. ചിലരെങ്കിലും ചോദിച്ചോ, വളരെ ബാലിശമായി ചോദിക്കാൻ കേട്ടിട്ടുണ്ട്. എന്താണ്? ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ അക്രമം ചെയ്യുമെന്ന്, പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ എന്നെ സ്വാതന്ത്ര്യമില്ലാതെ സൃഷ്ടിക്കേണ്ടതായിരുന്നില്ലേ? നിങ്ങൾ ചോദിച്ചിട്ടില്ലേ ചോദ്യം? ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ അക്രമം ചെയ്യുമെന്ന്, അനീതി ചെയ്യുമെന്ന്, പാപം ചെയ്യുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നെങ്കിൽ എന്നെ സ്വാതന്ത്ര്യമില്ലാതെ സൃഷ്ടിക്കണ്ടേ? എന്തൊരു മണ്ടൻ ചോദ്യമാണത്. സ്വാതന്ത്ര്യമില്ലാതെ സൃഷ്ടിച്ചാൽ ഈ പുസ്തകം പോലെ ഇരിക്കും, ഇതിന് സ്വാതന്ത്ര്യമില്ല. ഈ ഗ്ലാസസ് പോലെ ഇരിക്കും, ഇതിന് സ്വാതന്ത്ര്യമില്ല. ഈ മൊബൈൽ പോലെ ഇരിക്കും, ഇതിന് സ്വാതന്ത്ര്യമില്ല. ഈ കമ്പ്യൂട്ടർ പോലെ ഇരിക്കും, ആ സ്വാതന്ത്ര്യമില്ല. പശു പോലെയോ പട്ടി പോലെയോ ഇരിക്കും, അവയ്ക്കൊന്നും സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. അതുള്ള ഏക ജീവിയാണ്, ഏക മൃഗമാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ തിന്മ ചെയ്യാൻ മനുഷ്യർക്ക് മാത്രമേ പറ്റൂ. ഞാൻ തെളിവുകൾ പറയേണ്ട കാര്യമുണ്ടോ? ഈ കഴിഞ്ഞ ദിവസമല്ലേ ആന അല്ലേ 2-ാം പാപ്പനെ ചവിട്ടിക്കൊന്നു ഗുരുവായൂര്. എന്തുകൊണ്ട് ആനയെ കോടതിയിൽ ഹാജരാക്കി ജീവപര്യന്തം തടവിന് ചിട്ടിച്ചില്ല? തെരുവ് പട്ടികൾ കുഞ്ഞിനെ കടിച്ചു കൊന്നു. എന്തുകൊണ്ട് തെരുവ് പട്ടിയെ കോടതിയിൽ ഹാജരാക്കി, സുപ്രീം കോടതിയിൽ ഹാജരാക്കി ജീവപര്യന്തം തടവിന് ചിട്ടിച്ചില്ല? പട്ടിക്കോ, തെരുവ് പട്ടിക്കോ, ആനയ്ക്കോ, ഏതെങ്കിലും മൃഗത്തിനോ ഇല്ലേ നന്മ തിന്മ തിരിച്ചറിയാനും നന്മ സ്വീകരിക്കാനും തിന്മ തള്ളിക്കളയാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുള്ള ഏക ജീവിയാണ് മനുഷ്യൻ. അതിനാൽ തന്നെ മനുഷ്യർക്ക് മാത്രമേ പാപം ചെയ്യാൻ പറ്റൂ. കാരണം ഈ സ്വാതന്ത്ര്യം എന്ന ഫാക്കൽറ്റി ഉണ്ടെങ്കിലേ നന്മയും തിന്മയും തിരിച്ചറിയാനും നന്മ സ്വീകരിക്കാനോ തിന്മ സ്വീകരിക്കാനോ സാധിക്കുള്ളൂ. അപ്പോൾ മനുഷ്യർക്ക് മാത്രമാണ് പാപം ചെയ്യാൻ കഴിയുക, തിന്മ ചെയ്യാൻ കഴിയുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം വരികയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ദൈവം മനുഷ്യന്റെ അക്രമത്തിന് പരിഹാരം കാണണം. പക്ഷേ മനുഷ്യനാണ് പാപം ചെയ്യുന്നത്, ദൈവമല്ല. അപ്പോൾ പരിഹാരം ചെയ്യുന്നതും പരിഹാരം കാണേണ്ടതും മനുഷ്യൻ തന്നെയല്ലേ? ഉത്തരവാദിത്വം പ്രവൃത്തി ചെയ്ത ആൾക്കല്ലേ ഉത്തരവാദിത്വം.
അപ്പൊ ദൈവം അക്രമത്തിന് പരിഹാരം കാണണം. അക്രമത്തെ വെറുതെ കണ്ടില്ലെന്ന് വെക്കാൻ ദൈവത്തിന് കഴിയില്ല. മനുഷ്യന്റെ പാപമോ തിന്മയോ കുറ്റകൃത്യങ്ങളോ കണ്ടില്ലെന്ന് വെക്കാൻ ദൈവത്തിന് കഴിയില്ല. അതേസമയം ദൈവമല്ല പാപം ചെയ്യുന്നത്, ദൈവമല്ല തിന്മ ചെയ്യുന്നത്. തിന്മ ചെയ്യുന്നത് മനുഷ്യനാണ്, മനുഷ്യൻ മാത്രമാണ്. ആ ഉത്തരവാദിത്തം, ഈ പ്രവൃത്തി തിന്മ ചെയ്തവനാണ് അത് പരിഹരിക്കാനുള്ള ഉത്തരവാദിത്തമുള്ളത്. ഈ സങ്കല്പം ദശാവതാരത്തിലുണ്ട്. അതുകൊണ്ടാണ് അവർ മനുഷ്യനായി അവതരിച്ചു എന്ന് പറയണേ. വിഷ്ണു ശ്രീരാമനായോ ശ്രീകൃഷ്ണനായോ മനുഷ്യനായി വന്നു. കാരണം എന്താ? മനുഷ്യര് വേണം മനുഷ്യരുടെ പാപത്തിനും കുറ്റത്തിനും ഒക്കെ പരിഹാരം ചെയ്യാൻ. അല്ലെങ്കിൽ അവർ മനുഷ്യനായി അവതരിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. പക്ഷേ അവർ സ്വീകരിച്ചത് അക്രമത്തിന്റെ മാർഗമാണ്, നിഗ്രഹം. രാവണനെ കൊല്ലുക, ഹംസനെ കൊല്ലുക. അങ്ങനെ വന്നപ്പോൾ ഇല്ലേ, ഈ അക്രമത്തിന്റെ മാർഗമാണ് അവർ സ്വീകരിച്ചത് എന്നതിലാണ് അവരുടെ പ്രശ്നം ഇരിക്കുന്നത്. മാനുഷിക അക്രമത്തിനുള്ള മറുമരുന്ന് മറ്റൊരു അക്രമത്തിലൂടെ കണ്ടെത്താനാണ് അവർ ശ്രമിച്ചത്. അത് കഴിയില്ല. അക്രമം കൂടുതൽ അക്രമത്തെ വിളിച്ചു വരുത്തുകയേ ഉള്ളൂ. അക്രമത്തെ പ്രസവിച്ച് ഇരട്ടിപ്പിക്കുകയുള്ളൂ. എല്ലാ മനുഷ്യരും എല്ലാ അവതാരങ്ങളും പാപം ചെയ്തു പോയി, പാപം ചെയ്യുന്നവരാണ്. അതാണ് ദശാവതാരത്തിന്റെ പോരായ്മയായി ക്രിസ്ത്യാനികൾ കാണുന്നത്. അതായത് പാപത്തിനും അക്രമത്തിനും പ്രതിവിധിയായി നിൽക്കുന്ന മനുഷ്യൻ പാപിയായിരുന്നാൽ, കൊലപാതകിയായിരുന്നാൽ ആ പരിഹാരം ശരിയാകില്ല. മറിച്ചായിരിക്കണം, പാപത്തിനും അക്രമത്തിനും പ്രതിവിധിയായി നിൽക്കുന്ന മനുഷ്യൻ പാപമില്ലാത്തവനായിരിക്കണം, അക്രമം ചെയ്യാത്തവനായിരിക്കണം. തീർന്നില്ല. അതിനേക്കാൾ ഉപരി എല്ലാ മനുഷ്യരെയും ആശ്ലേഷിക്കാൻ കഴിയുന്ന, എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരിക്കുന്ന മനുഷ്യനായിരിക്കണം. മനുഷ്യന്റെ അക്രമത്തിനാണല്ലോ പരിഹാരം. അപ്പൊ എല്ലാ മനുഷ്യരെയും ആശ്ലേഷിക്കാനും എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമായിരിക്കാനും കഴിയുന്ന ഒരു മനുഷ്യനെ മറ്റെല്ലാ മനുഷ്യർക്കും വേണ്ടി ഈ പരിഹാരം ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരുപാട് വ്യവസ്ഥകൾ പറഞ്ഞു പോരുകയാണ്. ഒന്ന്, പാപത്തെ കണ്ടില്ലെന്ന് വെക്കാൻ, മനുഷ്യന്റെ പാപത്തെ കണ്ടില്ലെന്ന് വെക്കാൻ ദൈവത്തിന് കഴിയില്ല. അത് കൈകാര്യം ചെയ്തേ പറ്റൂ. രണ്ട്, മനുഷ്യനാണ് പാപം ചെയ്യുന്നതും തിന്മ ചെയ്യുന്നതും. അതുകൊണ്ട് പരിഹാരം വരേണ്ടതും മനുഷ്യനിൽ നിന്ന് തന്നെ ആയിരിക്കണം. ആ മനുഷ്യൻ അക്രമത്തിനോ പാപത്തിനോ വിധേയമാകാൻ പാടില്ല. പിന്നെ ഈ പരിഹാരം ചെയ്യുന്ന മനുഷ്യനായിരിക്കുള്ള പരിഹാരം ചെയ്യുന്നത്. ആ പരിഹാരം ചെയ്യുന്ന മനുഷ്യൻ എല്ലാ മനുഷ്യരെയും ആശ്ലേഷിക്കാനും എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാകാനും കഴിവുള്ളവനായിരിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആവർത്തിക്കേണ്ടതുണ്ട്. മാനുഷിക അക്രമത്തിനുള്ള പ്രതിവിധി മറ്റൊരു അക്രമ പ്രവൃത്തി അല്ലെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്താൽ അത് തിന്മയുടെ ഒരിക്കലും അവസാനിക്കാത്ത വൃത്തം ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയുള്ളൂ, സ്പൈറലായിട്ട് കൂട്ടിക്കൊണ്ടിരിക്കും. മറിച്ച് ഈ മനുഷ്യന്റെ അക്രമത്തെ കൈകാര്യം ചെയ്യുന്നത്, ആ ചെയ്യുന്ന ആള് തിന്മയെ വിഴുങ്ങാനും ദഹിപ്പിച്ച് കളയാനും അങ്ങനെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താനും കഴിയുന്ന ഒരു സ്നേഹമായിരിക്കണം. സ്നേഹത്തിന്റെ പ്രവർത്തിക്കേ അത് സാധിക്കൂ. ഇതൊന്നുകൂടി നമുക്ക് ആവർത്തിക്കണം. മനുഷ്യന്റെ അക്രമത്തിന് പ്രതിവിധി മറ്റൊരു അക്രമ പ്രവൃത്തിയല്ല, മറിച്ച് തിന്മയെ വിഴുങ്ങിക്കളയാനും ദഹിപ്പിക്കാനും അങ്ങനെ മനുഷ്യനെ രൂപാന്തരപ്പെടുത്താനും കഴിയുന്ന ഒരു സ്നേഹ പ്രവൃത്തിയായിരിക്കണം അത്. അക്രമത്തെ, തിന്മയെ വിഴുങ്ങി ദഹിപ്പിച്ച് അപ്പോ മനുഷ്യൻ രൂപാന്തരപ്പെടും. അങ്ങനെയുള്ള സ്നേഹപ്രവൃത്തിക്ക് ഇത് പറ്റൂ. ഈ വ്യവസ്ഥകൾ, ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ വ്യവസ്ഥകളും ചേരുന്ന ഏക വ്യക്തി യേശുക്രിസ്തുവാണ്. ഏകസത്യ ദൈവത്തിലെ 3 ആളുകളിൽ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി വന്നു. ദൈവം മനുഷ്യനായ ആളാണ് അവൻ. ഏകസത്യ ദൈവം. ആ ഏകസത്യ ദൈവത്തിൽ 3 ആളുകളുണ്ട്, പരിശുദ്ധ തൃത്വം. അതിൽ രണ്ടാമത്തെ ആളായ പുത്രൻ തമ്പുരാൻ മനുഷ്യത്വം സ്വീകരിച്ചു. അതായത് ദൈവമായ ലോഗോസ് മാംസം ധരിച്ച് മനുഷ്യത്വം സ്വീകരിച്ച് മനുഷ്യനായി ഭൂമിയിൽ വന്നു. യോഹന്നാൻ 1:1-14. അവൻ പാപമില്ലാത്ത മനുഷ്യനാണ്. ഹെബ്രായ ലേഖനം 4:15. എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ് അവൻ. കാരണം എന്താ? ദൈവം മനുഷ്യനായ ആളാണ്. വെറും അവതരിക്കല്ല, ദൈവം മനുഷ്യനായി, കാണപ്പെടുകയല്ല, ശരിക്കുമായി. അതായത് നസ്രത്തിലെ യേശുവിൽ ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു. നസ്രത്തിലെ യേശുവിൽ ദൈവം മനുഷ്യനായി വന്നിരിക്കുന്നു. കുരിശിലെ തന്റെ പുത്രന്റെ ആളത്വത്തിൽ ദൈവം എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആകർഷിക്കുന്നു. കുരിശിലെ തന്റെ പുത്രന്റെ ആളത്വം, ആ ആളത്വത്തിലേക്ക് ദൈവം എല്ലാ മനുഷ്യരെയും ആകർഷിക്കുന്നു. ഞാൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരും എന്നിലേക്ക് ആകർഷിക്കും. അങ്ങനെ
അവരുടെ അക്രമത്തിന്റെ അവസാന മട്ടുവരെ കുരിശിൽ കിടന്ന് അവൻ കുടിച്ചുകൊണ്ട് നീതി വീണ്ടെടുക്കുന്നു. മനുഷ്യരുടെ അക്രമത്തിന്റെ അവസാന മട്ടുവരെ കുരിശിൽ വെച്ച് യേശു കുടിച്ചുകൊണ്ട്, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു, വിഴുങ്ങി ദഹിപ്പിച്ച് നീതി വീണ്ടെടുക്കുന്നു, മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നു. അതായത് ദൈവം തന്നെയാണ് രൂപാന്തരത്തിന്റെയും രമ്യതയുടെയും കേന്ദ്ര ബിന്ദു. ഈ പലപ്പോഴും പറഞ്ഞ ഒരു ആരോപണത്തിലുള്ള മറുപടിയാണ് ഞാൻ ഇത് പറയണേ. അതായത് മനുഷ്യനിൽ നിന്ന് അനന്തമായ പരിഹാരം ആവശ്യപ്പെടുന്ന ദൈവം ക്രൂരനല്ലേ? ഇവിടെ മനുഷ്യനിൽ നിന്ന് അനന്തമായ പരിഹാരം ആവശ്യപ്പെടുന്ന ദൈവത്തെയാണോ നമ്മൾ കുരിശിൽ കാണണേ? അല്ല. മനുഷ്യനിൽ നിന്ന് അനന്തമായി പരിഹാരം ആവശ്യപ്പെടുന്ന ദൈവത്തെയാണോ കുരിശിൽ കാണണേ? അല്ല. ദൈവമല്ലേ ഇതെല്ലാം കുടിച്ചത്? ഈ അക്രമത്തിന്റെ അവസാന മട്ട് വരെ സ്വന്തം ശരീരത്തിൽ കുടിച്ചത് ദൈവമല്ലേ? അപ്പോ രൂപാന്തരത്തിന്റെയും രമ്യതയുടെയും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. ദൈവം മനുഷ്യനിൽ നിന്ന് അനന്തമായ പരിഹാരം, പ്രായശ്ചിത്തം ആവശ്യപ്പെട്ട ക്രൂരനായ ഒരു ദൈവത്തെ അല്ല ബൈബിള് അവതരിപ്പിച്ചിരിക്കുന്നേ. മറിച്ച് തന്റെ മക്കള് അക്രമികളായി പോയത് കണ്ട് സങ്കടപ്പെട്ട് ദൈവം തന്നെ മനുഷ്യനായി വന്ന് മനുഷ്യന്റെ അക്രമം സ്വയം ഏറ്റെടുത്ത്, അങ്ങനെ സ്വയം ഏറ്റെടുത്തപ്പോൾ അവൻ ദൈവമായതുകൊണ്ട് ആ പാപം മുഴുവൻ കത്തിപ്പോകുകയാണ്. നമ്മുടെ അക്രമത്തിന്റെ അവസാന മട്ടുവരെ അവൻ കുടിച്ചപ്പോൾ അവൻ ദൈവമായതുകൊണ്ട് ആ അക്രമം മുഴുവൻ കത്തിപ്പോകുകയാണ്. നമ്മൾ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു, മനുഷ്യൻ രൂപാന്തരപ്പെടുകയും ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം, ഉദാഹരണങ്ങൾ പറയാലോ. സെമിനാറിൽ തന്നെ 2 പ്രാവശ്യം വീട്ടിൽ വിട്ടിട്ടുണ്ട്. അത് വലിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പല കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. എല്ലാ കാരണവും ഞാൻ എൻ്റെ പല പ്രസംഗങ്ങളിലും പല കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധ്യാനിപ്പിക്കുമ്പോൾ ഞാൻ അത് പറയാറുണ്ട്. എനിക്കൊരു നാണക്കേടും തോന്നിയിട്ടില്ല. ആദ്യത്തെ ഇത് സെമിനാറിൽ ചേർന്ന് 3 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് വിടാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ വികാരിച്ചനെ വിളിപ്പിച്ചു, എൻ്റെ അപ്പനെ വിളിപ്പിച്ചു, പിന്നെ മെത്രാനച്ചൻ വന്നു. അപ്പം അങ്ങനെ എന്നെ വിടാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ വികാരിച്ചൻ, അന്ന് ഞാൻ ആ വികാരിച്ചനെ കണ്ടിട്ടില്ല. കാരണം ഞാൻ ജൂൺ മാസത്തിൽ പോകുമ്പോൾ മറ്റൊരു വികാരിച്ചനാണ്, ജൂലൈ മാസത്തിലാണ് പുതിയ വികാരിച്ചൻ വന്നു. ഓഗസ്റ്റിലോ മറ്റോണ് എന്നെ വിടാൻ തീരുമാനിക്കുന്നത്. ഞാൻ കൃത്യം ഡേറ്റ് ഓർക്കുന്നില്ല. അപ്പോൾ ഈ വികാരിച്ചൻ ഞാൻ കണ്ടിട്ടില്ല. ആ വികാരിച്ചൻ മെത്രാനച്ചോട്ടും റക്ടച്ചോട്ടും ഒരു ചോദ്യം ചോദിച്ചു. 3 മാസമല്ലേ ആയുള്ളോ ഈ കുട്ടി വന്നിട്ട്, 1 കൊല്ലം കഴിഞ്ഞ് ഒന്ന് നോക്കിയിട്ട് പോരെ എന്ന് ചോദിച്ചു. ആ വികാരിച്ചൻ ഒരു ദൈവത്തിന്റെ പ്രചോദനം പോലെ ചോദിച്ചതാ. എൻ്റെ അപ്പൻ വളരെ ബുദ്ധിമാനായിരുന്നു. അപ്പന് പെട്ടെന്ന് കാര്യം മനസ്സിലായി. ഒരു ലൂപ്പ് ഹോൾ ഉണ്ട്. അപ്പോൾ അപ്പന് അങ്ങേറ്റ സങ്കടമുണ്ട്. അപ്പൻ മുട്ടുകൊത്തി മെത്രാനച്ചന്റെ മുമ്പിലും പിന്നെ റക്ടച്ചന്റെ മുമ്പിലും മുട്ടുകൊത്തിയിട്ട് പറഞ്ഞു, എൻ്റെ മോൻ ചെയ്ത എല്ലാ പാപങ്ങളും തിന്മകളും അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അവനൊരു ചാൻസ് കൊടുത്തോടെ 1 കൊല്ലം. അങ്ങനെ എൻ്റെ ആദ്യത്തെ ഡിസ്മിസിൽ ക്യാൻസൽ ചെയ്തു. എൻ്റെ മകൻ്റെ എല്ലാ കുറ്റങ്ങളും പാപങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നു. അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. അവനെ വിട്ടയച്ചോടെ, വിട്ടയച്ചാൽ ഡിസ്മിസിൽ വേണ്ടെന്ന് വെച്ചോടെ. അങ്ങനെയാണ് ആ ഡിസ്മിസിൽ ക്യാൻസൽ ആയത്. നോക്കുക, ഒരു അപ്പൻ അങ്ങനെ ചെയ്യുക. എൻ്റെ മകൻ്റെ അക്രമം, എൻ്റെ മകൻ്റെ തിന്മ, എൻ്റെ മകൻ്റെ കുറ്റം അത് ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പൻ മനുഷ്യനായതുകൊണ്ട് എൻ്റെ പാപങ്ങൾ അങ്ങനെ ഏറ്റെടുക്കാൻ കഴിയില്ല. എങ്കിലും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ദൈവമായതുകൊണ്ട്, നമ്മുടെ പിതാവായ ദൈവമായതുകൊണ്ട് അവന്റെ മക്കള് അക്രമികളായി പോയി ആ അക്രമത്തെ കണ്ടില്ലെന്ന് വെക്കാൻ ദൈവത്തിന് കഴിയില്ല. അവൻ എന്ത് ചെയ്തു? അവൻ മനുഷ്യനായി ഈ മനുഷ്യന്റെ അക്രമം മുഴുവൻ തന്നിലേക്ക് തന്നെ സ്വീകരിച്ചു. അതാണ് കുരിശ്. അതുകൊണ്ടാണ് ഇത്രമാത്രം അവൻ സഹിക്കേണ്ടി വന്നത്. ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റുന്നതിന്റെ മാക്സിമം സഹിക്കേണ്ടി വന്നതിന് കാരണം അതാണ്. അത് പരമാവധി സ്വീകരിക്കുകയാണ്. ഇനി അതിന് കുറച്ചും കൂടി ആഴമുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ മനുഷ്യന്റെ അക്രമം മുഴുവൻ തന്നിലേക്ക് തന്നെ ആവാഹിച്ചെടുത്ത്, തന്നിലേക്ക് ആകർഷിച്ച് ആവാഹിച്ചെടുത്ത് അതിന്റെ മട്ട് വരെ കുടിച്ച്, പക്ഷെ അവൻ ദൈവമായതുകൊണ്ട് അവനെ ഈ പാപങ്ങൾ അശുദ്ധമാക്കില്ല. ആ പാപങ്ങൾ കത്തിപ്പോകുകയാണ്. എന്തുകൊണ്ട് കത്തിപ്പോകുന്ന കാര്യമൊക്കെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒന്നുകൂടി പറയാം. അതിലൂടെ പാപത്തെ കൈകാര്യം ചെയ്യുകയും പാപികളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു പാപിയെയും നിഗ്രഹിക്കുന്നില്ല. അവതാരങ്ങൾ ചെയ്തതുപോലെ ദുഷ്ടനെ കൊന്നുകളയല്ല യേശു ചെയ്തത്. ദുഷ്ടരുടെ പാപങ്ങളെല്ലാം കുറ്റകൃത്യങ്ങളെ തന്നിലേക്ക് എടുത്ത് ദുഷ്ടനെ രൂപാന്തരപ്പെടുത്തുകയാണ്. അതിനാൽ ദൈവം തന്നെയാണ് ഈ രൂപാന്തരത്തിന്റെയും രമ്യതയുടെയും ദൈവവും മനുഷ്യ തമ്മിലുള്ള രമ്യതയുടെയും ബിന്ദു, കേന്ദ്രം. നിശ്ചയമായി നമുക്ക് ചോദിക്കാം, ഇതൊക്കെ എങ്ങനെ സാധിക്കണേ?
ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണേ? അതിനുത്തരം ഞാൻ പറഞ്ഞു, പക്ഷെ ഒന്നുകൂടി വെളിപ്പെടുത്തണല്ലോ, കുറേ കൂടി ആഴത്തിലേക്ക് പോകണം. ദൈവം മനുഷ്യനായ ആളാണ് യേശു. അവൻ മനുഷ്യനായ ദൈവമാണ്, ദൈവമായ മനുഷ്യനാണ്. അതിനാൽ തന്നെ എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ്. ദൈവം മനുഷ്യനായ ആളാണ് യേശു. അപ്പൊ അവൻ മനുഷ്യൻ ദൈവമായിരിക്കുന്നവൻ, ദൈവം മനുഷ്യനായിരിക്കുന്നവൻ, അങ്ങനെ ഒരാളാണ് യേശു. അതുകൊണ്ട് തന്നെ ദൈവം മനുഷ്യനായ ആളാണ് എന്ന കാരണം കൊണ്ട് തന്നെ, മനുഷ്യൻ ദൈവമായിരിക്കുന്ന ആളായത് കൊണ്ട് തന്നെ എല്ലാ മനുഷ്യർക്കും മാനദണ്ഡമാണ് അവൻ, ക്രൈറ്റീരിയൻ. എല്ലാം സൃഷ്ടിച്ച ലോഗോസാണ് ഈ യേശു. യോഹന്നാൻ 1:2. അപ്പോ ആദിയിൽ ലോഗോസ് ഉണ്ടായിരുന്നു, ലോഗോസ് ദൈവത്തോടൊപ്പമായിരുന്നു, ലോഗോസ് ദൈവമായിരുന്നു. സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. അങ്ങനെ സകലതും സൃഷ്ടിച്ച ആളാണ് ഈ ലോഗോസ്, ദൈവം. അവനാണ് മനുഷ്യനായത്. അങ്ങനെ മനുഷ്യനായ ലോഗോസാണ് യേശു. എല്ലാവരുടെയും സൃഷ്ടാവെന്ന നിലയിൽ എല്ലാ മനുഷ്യരെയും തന്നിലേക്ക് ആവാഹിക്കാൻ അവന് കഴിയില്ലേ? കഴിയും. എല്ലാ മനുഷ്യർക്കും എത്തി നിൽക്കാനും അവന് കഴിയില്ലേ? കഴിയും. ദൈവം മനുഷ്യനായി വന്നവനാണ് യേശു എന്നതിനാൽ കുരിശിലെ പീഡനത്തില് തന്റെ ജീവൻ തന്നിൽ നിന്ന് എടുക്കുമെന്ന് യേശുവിന് അറിയാം. ദൈവം മനുഷ്യനായി വന്ന ആളാണല്ലോ യേശു. അതിനാൽ കുരിശിലെ പീഡനത്തിൽ തന്റെ ജീവൻ തന്നിൽ നിന്ന് പിടിച്ചു പറിക്കപ്പെടുമെന്ന് ആ ദൈവം മനുഷ്യനായ ആൾക്ക് അറിയില്ലേ? അറിയാം. ഏറ്റവും നീതിമാനെ മനുഷ്യർ ക്രൂശിക്കുമെന്നും പ്ലേറ്റ് പറഞ്ഞതുപോലെ അറിയാം. എന്നാൽ മാംസം ധരിച്ച ലോഗോസായ യേശു പറയാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നോക്കുക, ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞ വാക്കും ഇത് നമ്മൾ ചെറിയ ചേർച്ചക്കുറവുണ്ടോ? കുരിശിലെ പീഡനത്തിൽ തന്റെ ജീവൻ മറ്റുള്ളവർ പിടിച്ചു പറിക്കും എന്ന് ദൈവമായതുകൊണ്ട് യേശുവിന് അറിയാം. പക്ഷെ ഈ യേശു തന്നെ പറയാണ്, നല്ല ഇടയൻ ആടുകൾക്കും ജീവൻ അർപ്പിക്കുന്നു. ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ അർപ്പിക്കുന്നു. യോഹന്നാൻ 10:11-15. എന്നിട്ട് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്, ആരും അത് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയമേവ സമർപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? അത് തിരിച്ചെടുക്കാനും എനിക്ക് അധികാരമുണ്ട്. യോഹന്നാൻ 10:7-8. ആരും അത് എന്നിൽ നിന്ന് പിടിച്ചെടുക്കുകയല്ല, ഞാൻ സ്വമനസ്സോടെ സമർപ്പിക്കുകയാണ്. എൻ്റെ ജീവൻ എന്നിൽ ആരും പിടിച്ചെടുക്കുകയല്ല. അപ്പോ ഈ മഹാപുരോഹിതനും പീലാത്തോസും ഹെറോദോസും പട്ടാളക്കാരും പിടിച്ചെടുക്കുകയായിരുന്നില്ലേ? അങ്ങനെയാണ് പ്രത്യക്ഷത്തിൽ. പക്ഷെ യേശു പറയാണ്, അല്ല, ഞാൻ സ്വയമേവ സമർപ്പിക്കുക. അങ്ങനെ സ്വയമേവ സമർപ്പിക്കാൻ കാരണമുണ്ട്, അത് തിരിച്ചെടുക്കുന്ന അധികാരം എനിക്കുണ്ട്. അങ്ങനെ തിരിച്ചെടുക്കുന്ന അധികാരമുള്ളവനെ അങ്ങനെ സമർപ്പിക്കാനും പറ്റൂ, അല്ലെങ്കിൽ ആത്മഹത്യയായിട്ട് മാറും. അതായത് തന്നിൽ നിന്ന് പിടിച്ചെടുക്കാനിരിക്കുന്ന തന്റെ ജീവൻ മുൻകൂറായി യേശു സ്വയമേവ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ അക്രമാസക്തമായ ആ മരണത്തെ, അക്രമാസക്തിയെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വതന്ത്ര പ്രവൃത്തിയായി സമർപ്പിക്കുകയാണ്. ഞാൻ അതൊന്നുകൂടി ആവർത്തിക്കാം. ഇതിലെ പല കാര്യങ്ങളും ഞാൻ ബെനഡിക്ട് മാർപ്പാപ്പയുടെ ക്രിസ്തുധർമ്മ പ്രവേശിക നസറത്തിലെ യേശു ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാനത് അതേപോലെ തന്നെ പറയാത്തത് കൊണ്ട് ഞാൻ എൻ്റെതായ തരത്തിൽ പറയുന്നതുകൊണ്ട് കോട്ട് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടി പറയാം. തന്നിൽ നിന്ന് പിടിച്ചെടുക്കാനിരിക്കുന്ന തന്റെ ജീവൻ മുൻകൂറായി യേശു സ്വയമേവ സമർപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ അക്രമാസക്തിയെ, ആ അക്രമസക്തിയുടെ ഫലമായ തന്റെ മരണത്തെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വതന്ത്ര പ്രവൃത്തിയായി സമർപ്പിക്കുക. ആരും അത് എന്നിൽ പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വയമേവ സമർപ്പിക്കുക. മനുഷ്യൻ ഏറ്റവും നല്ല നീതിമാനെ ക്രൂശിക്കും, ഉറപ്പ്, തന്നെയും ക്രൂശിക്കും. പക്ഷെ തന്നെ ക്രൂശിക്കും എന്നുള്ള ആ അക്രമാസക്തി, മനുഷ്യന്റെ അക്രമാസക്തിയെ സ്വയം സമർപ്പിക്കുക, സ്വന്തം മനസ്സോടെ വിട്ടുകൊടുത്തുകൊണ്ട് അത് അവന് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് സ്വയം സമർപ്പിച്ചുകൊണ്ട് സ്വയമേവ സ്വതന്ത്ര പ്രവൃത്തിയായി, സ്നേഹപ്രവൃത്തിയായി സമർപ്പിക്കുകയാണ്. മനസ്സിലായോ? അക്രമത്തെ സ്നേഹത്തിലൂടെ സ്വതന്ത്ര പ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ്. വേറെ വാക്കുകൾ പറഞ്ഞാൽ, കോലാട്ടിൻകുട്ടികളുടെയും മുട്ടാടുകളുടെയും രക്തം കൊണ്ട് അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്ക് വേണ്ടി ശരീരം സജ്ജമാക്കി. ഇത് മനുഷ്യാവതാരത്തിന് മുമ്പ് പുത്രൻ തമ്പുരാൻ പിതാവിനോട് പറഞ്ഞതാണ്. ഹെബ്രായ ലേഖനത്തിൽ കാണുന്ന 10-ാമത്തെ അധ്യായം ഇല്ലേ? ആട്ടുകൊറ്റന്മാരുടെയും കോലാട്ടിൻകുട്ടികളുടെയും രക്തം കൊണ്ട് അങ്ങ് സംപ്രീതനായില്ല, അങ്ങ് എനിക്ക് വേണ്ടി ഒരു ശരീരം സജ്ജമാക്കി. ഇത് തിരിച്ചറിഞ്ഞ പുത്രൻ തമ്പുരാൻ, ദൈവപിതാവ് തനിക്ക് വേണ്ടി ഒരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ പുത്രൻ തമ്പുരാൻ പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതി, പിതാവിനോടുള്ള വിധേയത്വത്തിൽ മനുഷ്യനായി. അതാണ് മനുഷ്യാവതാരം. മനുഷ്യരുടെ അക്രമത്തെ തന്നിലേക്ക് തന്നെ സ്വീകരിച്ച്
അതിലൂടെ താൻ മരിക്കേണ്ടി വരുന്ന ആ മരണത്തെ സജീവവും സ്വതന്ത്രവും രക്ഷാകരവുമായ ബലിയായി സ്വീകരിച്ച് സമർപ്പിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അക്രമത്തെ തന്നെ സ്നേഹപ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ്. അക്രമത്തെ സ്വതന്ത്ര പ്രവൃത്തിയായി സ്നേഹപ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ്. താൻ അനുഭവിച്ച സഹനത്തെ, അക്രമത്തെ യേശു സ്നേഹപ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തുന്നു. ആരത് പിടിച്ചെടുക്കുകയല്ല, ഞാൻ സ്വയമേവ സമർപ്പിക്കുകയാണ്. ഇത് തിരിച്ചറിയാൻ വേണമെങ്കിൽ ഈ ജാങ് വാൽജാൻ എന്ന ലേ മിസറാബിൾ എന്ന് പറഞ്ഞ നോവലില്, വിക്ടോർ ഹ്യൂഗോയുടെ ഒരു നോവലാണ് ലേ മിസറാബിൾ, പാവങ്ങൾ. അതിനകത്ത് ജീൻ വാൽജി എന്ന് പറഞ്ഞാൽ പഴയ തലമുറയ്ക്ക് മനസ്സിലാകും. അതിനകത്ത് ഈ ജീൻ വാൽജീൻ, ജാങ് വാൽജാൻ എന്നാണ് ഫ്രഞ്ചില്. ഈ 19 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിറങ്ങി ആരും സ്വീകരിക്കാതെ അവസാനം ഒരു വയസ്സന്റെ വാതുക്കെന്ന് മുട്ടി. വയസ്സൻ വെൽക്കം ചെയ്തു, സൂപ്പ് കൊടുത്തു, കിടക്കാൻ ഇടം കൊടുത്തു. അന്ന് പുലർച്ചെ 3 മണിക്ക് ആ വയസ്സന്റെ കുറെ മെഴുകുതിരിക്കാലുകളും വെള്ളി മെഴുകുതിരിക്കാലുകളും മോഷ്ടിച്ചുകൊണ്ട് ഈ ജീൻ വാൽജീൻ പോയി. നേരം വെളുത്തേക്ക് പോലീസ് അദ്ദേഹത്തെ വീണ്ടും പിടിച്ചു. അങ്ങനെ ഈ വയസ്സന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോഴാണ് മനസ്സിലാകുന്നത് ആ വയസ്സൻ സ്ഥലത്തെ മെത്രാനാണ്. മെത്രാനച്ചൻ അകത്ത് പോയി ബാക്കിയുള്ള വെള്ളി മെഴുകുതിരിക്കാലുകളും കൊണ്ടുവന്നിട്ട് ഈ ഇങ്ങോട്ട് കൊടുത്തോണ്ട് പറഞ്ഞു, സർ, ഞാൻ താങ്കൾക്ക് എല്ലാ മെഴുകുതിരിക്കാലും തന്നിരുന്നല്ലോ, താങ്കൾ പകുതി എടുത്തു, പകുതി എടുത്തില്ല, ബാക്കിയുള്ളത് പകുതികളും കൊണ്ടൊക്കോ. അപ്പോൾ ജീൻ വാൽജീൻ ചെയ്ത അക്രമ പ്രവൃത്തിയെ ഈ മെത്രാനച്ചൻ തൻ്റെ ഒരു നുണയാണ് പറയണത്, ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ടെക്നിക്കലായിട്ട്. പക്ഷെ ആ നുണ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നാണ് ഈ നോവലിസ്റ്റ് പറയണേ. എന്താ കാര്യം? ജീൻ വാൽജീന്റെ അക്രമത്തെ സ്നേഹത്തിന്റെ പ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തുകയാണ് ഈ മെത്രാനച്ചൻ. കണ്ടോ, അങ്ങോര് പകുതി ഇല്ലേ കയ്യിൽ ഒതുങ്ങാവുന്ന അത്രയും വെള്ളി മെഴുകുതിരികൾ കട്ടുകൊണ്ട് പോയതാണ്. എന്നിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുക. അപ്പൊ മെത്രാനച്ചൻ പറയാ, ഞാൻ താങ്കൾക്ക് മുഴുവൻ മെഴുകുതിരിക്കാലം തന്നിരുന്നല്ലോ, താങ്കൾ പകുതി കൊണ്ടുപോയി ബാക്കി ഇവിടെ പകുതി വെച്ചു, ഈ പകുതി കൂടി കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങോരുടെ മോഷണത്തെ ഈ സ്നേഹപ്രവൃത്തിയുടെ രൂപാന്തരപ്പെടുത്തുകയാണ്. അതാണ് ആ മനുഷ്യന് മാനസാന്തരം വരുത്തുന്നത്. ഇതൊരു മാനുഷിക ഉദാഹരണമാണെങ്കിലും എന്ത് ശ്രേഷ്ഠമാണിത്. ഇതാണ് യേശു ചെയ്തത്. അതായത് ഈ അക്രമത്തെ, മനുഷ്യന്റെ അക്രമം അത് അങ്ങനെ ഉണ്ടാകുമെന്ന് അവൻ അറിയാം. പക്ഷെ അത് അറിയുന്നത് കൊണ്ട് അവൻ മുൻകൂറായി തന്നെ സ്വയം സമർപ്പിക്കുകയാണ്. അവരുടെ അക്രമമല്ല ആ അക്രമം, അത് ശരി തന്നെ, പക്ഷെ അത് ഞാൻ സ്വതന്ത്രമായി സമർപ്പിക്കുന്നത് കൊണ്ട് ഉത്തരവാദിത്തം എനിക്കാണ്, അവർക്കല്ല. അവരെ അക്വിറ്റ് ചെയ്തു, അവരെ കുറ്റം വിമുക്തരാക്കി. എന്നിട്ട് അവരുടെ അക്രമം ഈ യേശു സ്വീകരിച്ചു. കണ്ടോ വ്യത്യാസം? കണ്ടോ? അവതാരങ്ങളും യേശു നമ്മളെ വ്യത്യാസം മനസ്സിലായോ? അവതാരങ്ങൾ ഈ അക്രമികളെ കൊന്നുകളയാണ്. യേശു അക്രമം സ്വീകരിക്കുന്നു, അക്രമികളെ രൂപാന്തരപ്പെടുത്തുന്നു. ഈ കഥ നിങ്ങൾക്ക് ആ ജീൻവാൽജീന്റെ കഥ ഓർത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകും. ദൈവശാസ്ത്രപരമായി പറഞ്ഞാൽ മനുഷ്യനായ ലോഗോസ് എന്ന നിലയിൽ യേശു മനുഷ്യന്റെ പാപവും അക്രമവും തന്നിലേക്ക് തന്നെ ആവാഹിക്കുകയും, മനുഷ്യനായ ലോഗോസ് ദൈവം എന്ന നിലയിൽ യേശു മനുഷ്യന്റെ പാപവും അക്രമവും തന്നിലേക്ക് തന്നെ ആവാഹിച്ച് ആ അക്രമത്താൽ സ്വയം അശുദ്ധനാകാതെ വലിച്ചെടുത്ത് ദഹിപ്പിച്ച് കളയുന്നു. ഇപ്പൊ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ദഹിപ്പിച്ച് കളയുന്നു. അതിന് എന്തുകൊണ്ട് അങ്ങനെ പറയണേ? ഹെബ്രായ ലേഖനം 12:29 നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണല്ലോ. ഹെബ്രായ ലേഖനം 12:29 നമ്മുടെ കർത്താവ് ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, കത്തുന്ന മുൾപ്പടർപ്പാണ്. അതായത് മുൾച്ചെടി ദഹിച്ചു പോകുന്നില്ല, കത്തും ചെയ്യുന്നു. അത് കത്താനായിട്ട് ഈ മുൾച്ചെടി ആവശ്യമില്ല. മുൾച്ചെടിയാണ് കത്തണേ, പക്ഷെ അത് ചാരമായി പോകുന്നില്ല. അത് ദൈവത്തിന്റെ ഒരു പ്രതീകമാണ്. സ്വയം ഇല്ലാതാകാതെ, സ്വയം നശിക്കാതെ, സ്വയം അശുദ്ധനാകാതെ മറ്റുള്ളൊരു പാവങ്ങൾ കത്തിച്ച് കളയാൻ കഴിയുന്ന പുറപ്പാട് 3:2-3. മനുഷ്യന്റെ പാപവും അക്രമവും യേശുവിനെ സ്പർശിക്കുമ്പോൾ അവൻ ദൈവമായതിനാൽ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയായതിനാൽ നമ്മുടെ പാപങ്ങൾ കത്തിപ്പോകുന്നു, നാം കത്തിപ്പോകാതെ. തന്റെ പുത്രന്റെ ആളത്വം എന്ന് പറയുന്ന ആ ആളത്വത്തിൽ ദൈവം തന്നെ ലോകത്തിന് അമേയമായ ഇൻഫിനിറ്റ് ശുദ്ധി, നൈർമല്യം പ്രദാനം ചെയ്യാണ്. കുരിശിലെ തന്റെ സഹനത്തിൽ വെളിപ്പെട്ട തന്റെ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ ദൈവം പാപത്തിനെയും അക്രമത്തിനെയും ഇരുട്ട് അകറ്റിക്കളയാണ്. ഈ 2 വാചനങ്ങളും ബെനഡിക്ട് മാർപ്പാപ്പയുടെയാണ് ഞാൻ ഒന്നുകൂടി വായിക്കുക. തന്റെ പുത്രന്റെ ആളത്വത്തിൽ
ദൈവം തന്നെ ലോകത്തിന് അമേയമായ ശുദ്ധി, ഇൻഫിനിറ്റ് പ്യൂരിറ്റി, നൈർമല്യം പ്രദാനം ചെയ്യുന്നു. കുരിശിലെ തന്റെ സഹനത്തിൽ വെളിപ്പെട്ട തന്റെ സ്നേഹത്തിന്റെ ആധിക്യത്തിൽ ദൈവം പാപത്തിന്റെയും അക്രമത്തിന്റെയും ഇരുട്ട് അകറ്റിക്കളയുന്നു. ദൈവം തന്നെയായ ഏകജാതനാണ് യേശു, ഏകജാതൻ. അവൻ എപ്പോഴും പിതാവിന്റെ മടിയിലിരിക്കുന്നു. കുരിശിൽ കിടക്കുമ്പോഴും അങ്ങനെ തന്നെ. കുരിശിൽ കിടക്കുമ്പോഴും യേശു ദൈവപിതാവിന്റെ മടിയിലാണ്. യോഹന്നാൻ 1:18. അവൻ പരിശുദ്ധ തത്വത്തിന്റെ മടിത്തട്ട് ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല, ഒരിക്കലും. കുരിശിലായിരിക്കുമ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ യോഹന്നാൻ 1:18 പറഞ്ഞു ഇല്ലേ, ദൈവത്തിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ. കുരിശിൽ കിടക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ കുരിശിൽ നമ്മൾ മറ്റൊരു വാദം കേൾക്കുന്നു, മർക്കോസ് 15:34. എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന് മടിയിൽ തട്ടിയിരിക്കുന്ന യേശുവിന്, ക്രിസ്തുവിന്, പുത്രൻ തമ്മിൽ എങ്ങനെ പറയാൻ പറ്റും എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ കൈവിട്ടുന്ന്? അപ്പൊ എന്താ സംഭവിക്കുന്നത്? കുരിശിൽ കിടക്കുമ്പോൾ യേശു പിതാവിന് മടിത്തട്ടിയിരിക്കുകയാണ്. ഒരു കൈ കൊണ്ട് പിതാവിനെ ഇങ്ങനെ ആലിംഗനം ചെയ്യാണ്. എന്നിട്ട് പറയണം എൻ്റെ ദൈവമേ. എന്നിട്ട് മറുകൈ കൊണ്ട്, ഇതാണ് മറുകൈ, അപ്പൊ ഇതാണ് കുരിശെന്ന് പറയണേ, മറുകൈ കൊണ്ട് മനുഷ്യരെ ആലിംഗനം ചെയ്യാണ്. അതവന് സാധിക്കുന്നത് അവൻ ദൈവം മനുഷ്യനായ ആളായത് കൊണ്ടാണ്. എല്ലാ മനുഷ്യരെയും ആലിംഗനം ചെയ്യാൻ അവന് സാധിക്കും. അങ്ങനെ ആലിംഗനം ചെയ്യാണ്. അങ്ങനെ മനുഷ്യരുമായി ഒന്നായി ചേർന്ന് മനുഷ്യർക്ക് വേണ്ടി മനുഷ്യരെ ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? ഇത് ചോദിക്കാത്ത മനുഷ്യരുണ്ടോ? അപ്പോ ഒരു കൈ കൊണ്ട് പിതാവായ ദൈവത്തെയും മറുകൈ കൊണ്ട് മനുഷ്യരെയും ഒന്നിപ്പിച്ച് നിർത്തുന്ന ഇതിനെയാണ് രമ്യത എന്ന് പറയുന്ന, കുരിശെന്ന് പറഞ്ഞ രമ്യത, അനുരഞ്ജനം എന്ന് പറയണേ. ദൈവപിതാവിനെയും മനുഷ്യരെയും ഒന്നിച്ച് നിർത്തുകയാണ് യേശു. ഒരു കൈ കൊണ്ട് ദൈവത്തെ, പിതാവിനെ ആലിംഗനം ചെയ്യുന്നു, മറു കൈ കൊണ്ട് മനുഷ്യനെ ആലിംഗനം ചെയ്യുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള വിടവ് നികത്താൻ വെച്ചിരിക്കുന്ന പാലമാണ് ഈ കുരിശ്, യേശുക്രിസ്തു. ആ യേശുക്രിസ്തുവാണ് കുരിശ്. കുരിശിന് മറ്റൊരു വാക്ക് പറയണമെങ്കിൽ സ്നേഹമെന്നാണ്. സുറിയാനിലെ മനോഹരമായ വാക്ക് ഞാൻ പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്, സ്ലീവ. തടി എന്നല്ല അർത്ഥം, ക്രൂശിതൻ എന്നാണ് ആ വാക്കിനർത്ഥം. അപ്പോ നല്ല വാക്ക് കുരിശ് എന്ന് പറഞ്ഞാൽ നമ്മൾ തടിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനേക്കാൾ നല്ല വാക്കാണ് സ്ലീവ. അതിന് രണ്ടർത്ഥമുണ്ട്. തടി എന്ന് അർത്ഥമുണ്ട്, ഈ കുരിശെന്നുള്ള തടി എന്ന് അർത്ഥമുണ്ട്, ക്രൂശിതന് അർത്ഥമുണ്ട്. രണ്ടർത്ഥം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണ് കുറച്ചുകൂടി നല്ലത്. സുറിയാനി വാക്കാണ്. ഈ സുറിയാനി, സീറോ മലബാർ, സീറോ മലങ്കരക്കാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കും സ്ലീവ. എല്ലാ മനുഷ്യരെയും ആശ്ലേഷിച്ച് നിൽക്കുകയാണ്. പാപികളായ എല്ലാ മനുഷ്യരും പരമപരിശുദ്ധനായ ദൈവവും തമ്മിലുള്ള വിടവ് നികത്തുകയാണ്. ഇതാണ് അനുരഞ്ജനം, ഇതാണ് രമ്യത. കുരിശിന്റെ 4 ദിശകൾ ഇതാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞു, യേശുവിനെ ഇങ്ങനെ വാളുകൊണ്ട് വെട്ടി കൊല്ലപ്പെടാൻ പറ്റുമായിരുന്നില്ല, കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാൻ പറ്റുമായിരുന്നില്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ കൊല്ലപ്പെടാൻ പറ്റുമായിരുന്നില്ല. കാരണം എന്താ? ഈ 4 ദിശകൾ വേണം. താൻ ഏത് വിധേനയുള്ള മരണമാണ് വരിക്കാൻ പോകുന്ന അവൻ പറഞ്ഞിരുന്നു. എങ്ങനെയാണ്? മോശെ സർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തണം. കുരിശുമരണത്തിലൂടെ മാത്രമേ അവന് മരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. എങ്കിൽ ഈ 4 ദിശകള്, ഈ പറഞ്ഞ രമ്യതയുടെ എല്ലാ വശങ്ങളും വെളിപ്പെടുകയുള്ളൂ. പ്രതീകങ്ങളിലൂടെയും വെളിപ്പെടണം, സത്യത്തിലും വെളിപ്പെടണം. മാനുഷിക അക്രമം, പാപം എന്ന പാതാളക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് യേശു ഇറങ്ങുകയാണ്. മനുഷ്യന്റെ അക്രമം, പാപം എന്ന പാതാളക്കുഴിയിലേക്ക്, ആ പാതാളക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് യേശു ഇറങ്ങുകയാണ്. എന്നിട്ട് യഥാർത്ഥ ദൈവത്തെ, ക്രിസ്തുവിന്റെ കുരിശ് വെളിപ്പെടുത്തുകയാണ്. മാനുഷിക പരാജയത്തിന്റെ പടുകുഴിയിൽ ദൈവസ്നേഹത്തിന്റെ തീരാപ്രഭാഗത്തിന്റെ അഗാധത വെളിപ്പെടുത്തുകയാണ്. ഞാൻ ഒന്നുകൂടി പറയാം, മനുഷ്യന്റെ അക്രമം, പാപം എന്ന പാതാളക്കുഴിയിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് ദൈവം ഇറങ്ങുകയാണ്. എന്നിട്ട് അവിടെ യഥാർത്ഥ ദൈവത്തെ വെളിപ്പെടുത്തുകയാണ്. അതാണ് കുരിശ്. മാനുഷിക പരാജയത്തിന്റെ പടുകുഴിയിൽ ദൈവസ്നേഹത്തിന്റെ തീരാപ്രവാഹം, അതിന്റെ അഗാധത വെളിപ്പെടുത്തുകയാണ്. അതാണ് കുരിശിലെ ആത്മബലിയിൽ യേശു ചെയ്തത്. ലോകത്തിലെ സകല പാപങ്ങളും ദൈവസ്നേഹത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തേച്ചു മാച്ച് കളയുന്നു. ലോകത്തിലെ സകല പാപങ്ങളും ദൈവസ്നേഹത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തേച്ചു മാച്ച് കളയുന്നു. എൻ്റെ മോൻ അങ്ങനെ ചെയ്യില്ല, എൻ്റെ മോൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുന്ന അപ്പനെയും അമ്മയെയും പോലെ ദൈവം എല്ലാ മനുഷ്യരും ആലിംഗനം ചെയ്ത് അവരുടെ പാപം മുഴുവൻ ദൈവസ്നേഹത്തിന് ഉള്ളിലേക്ക് കൊണ്ടുവന്ന് തേച്ചു മാച്ച് കളയുന്നു. ഇതാണ് കുരിശ്. യേശുവിന്റെ സഹനത്തിൽ ലോകത്തിന്റെ അക്രമത്തിന്റെ സകല മാലിന്യവും
യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്ന അനന്തമായ നൈർമല്യത്തെ സ്പർശിക്കുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്. യേശുവിന്റെ സഹനത്തിൽ ലോകത്തിന്റെ അക്രമത്തിന്റെ സകല മാലിന്യവും യേശുക്രിസ്തുവിന്റെ ആത്മാവ് എന്ന അനന്തമായ നൈർമല്യത്തെ സ്പർശിക്കുന്നു. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുക? അശുദ്ധമായത് ശുദ്ധമായതിനെ സ്പർശിച്ചാൽ ഈ ശുദ്ധമായതും അശുദ്ധമാകും. ഇപ്പൊ നിങ്ങൾ നല്ല കഞ്ഞി ഒരിച്ചിരി വിഷയിൽ ഒഴിച്ചാലോ പിന്നെ ആ കഞ്ഞി കുടിക്കാൻ പറ്റുമോ? ഈ കഞ്ഞിയിലെ ശുദ്ധി വിഷത്തിന്റെ അശുദ്ധിയെ മാറ്റുമോ? ഇല്ല. വിഷത്തിന്റെ അശുദ്ധി കഞ്ഞിയെ മലിനമാക്കും. ഭൂമി നല്ല മണ്ണൊക്കെയാണ്, എൻഡോസൾഫൻ ഒഴിച്ചാലോ അപ്പൊ അത് മലിനമായി. സാധാരണഗതിയിൽ അങ്ങനെയാണ്. ഇവിടെ നേരെ തിരിച്ചാണ്. കാരണം എന്താ? ഈ മാലിന്യം, വിഷം, പാപം വീഴുന്നത് ദൈവത്തിന്മേലാണ്. യേശു ദൈവമാണ്. അപ്പോൾ സാധാരണഗതിയിൽ പാപം, തിന്മ, അക്രമം, അശുദ്ധി, വിഷം അത് വീണാല് ഇല്ലേ മറ്റുള്ളതിനൊക്കെ അശുദ്ധമാക്കും. ഇവിടെ നേരെ മറിച്ച ചെയ്യുന്നത് അവൻ അശുദ്ധമാകാതെ ഈ പാപത്തെ, അക്രമത്തെ, വിഷത്തെ കത്തിച്ചു കളയാണ്. അനീതിയും ക്രൂരതയും മൂലം അശുദ്ധമായ ലോകം അനന്തമായി നൈർമല്യമായവനുമായി ബന്ധത്തിലാകുമ്പോൾ തീർത്തും ശുദ്ധനായ അവൻ കൂടുതൽ ശക്തനായതിനാൽ, അവൻ ദൈവമായതിനാൽ ലോകത്തിന് അഴുക്ക് മുഴുവൻ അവൻ സത്യമായും സ്വാംശീകരിക്കുകയും കഴുകി തുടച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നുകൂടി വായിക്കാം. അനീതിയും ക്രൂരതയും മൂലം അശുദ്ധമായ ലോകം അനന്തമായി നൈർമല്യമായിരിക്കുന്ന, നിർമ്മലനായിരിക്കുന്ന ആ ദൈവമായിട്ട് ബന്ധത്തിലാകുമ്പോൾ തീർത്തും ശുദ്ധനാണ് അവൻ എന്നതിനാൽ, അവൻ കൂടുതൽ ശക്തനായതിനാൽ ലോകത്തിന് അഴുക്ക് മുഴുവൻ അവൻ സത്യമായും സ്വാംശീകരിക്കുകയും കുടിക്കുകയും ദഹിപ്പിക്കുകയും കഴുകി തുടച്ച് രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അനന്ത സ്നേഹത്തിന്റെ വേദനയിൽ ലോകത്തെ രൂപാന്തരപ്പെടുത്തുന്നു. അനന്ത സ്നേഹത്തിന്റെ വേദനയിൽ അവൻ രൂപാന്തരപ്പെടുത്തുന്നു. ഈ അനന്തമായ നന്മ ഇന്ന് യേശുവിൽ എല്ലാവർക്കും ലഭ്യമാണ്. ഈ അനന്തമായ നന്മയാണ് ലോക ചരിത്രത്തിൽ സന്നിഹിതമായിരിക്കുന്ന സകല അക്രമത്തിനും അനീതിക്കുമുള്ള മറുമരുന്ന്. ഈ ദൈവത്തിന്റെ ഈ നന്മയാണ്, ദൈവം മനുഷ്യനായ മനുഷ്യന്റെ നന്മയാണ് ലോക ചരിത്രത്തിൽ അങ്ങോളം ഇങ്ങോളം സന്നിഹിതമായിരിക്കുന്ന സകല അക്രമത്തിനും അനീതിക്കുമുള്ള മറുമരുന്ന്. തിന്മയുടെ ഭാരം എത്രയധികമായാലും, അക്രമത്തിന്റെ ഭാരം എത്രയധികമായാലും യേശുവിൽ സന്നിഹിതമായിരിക്കുന്ന ദൈവത്തിന്റെ നന്മ അതിനേക്കാളൊക്കെ അതിശക്തമാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? അവതാരങ്ങളും മനുഷ്യാവതാരം തമ്മിലുള്ള വ്യത്യാസം. അവതാരങ്ങൾ നിഗ്രഹിക്കുകയാണ് മറ്റുള്ളവരെ. മനുഷ്യാവതാരത്തിൽ അവതാരം ചെയ്തത് ദൈവം എല്ലാ അക്രമവും തന്നിലേക്ക് തന്നെ സ്വീകരിക്കുക, എന്നിട്ട് മനുഷ്യരെ നീതിമാന്മാരായിട്ട് രൂപാന്തരപ്പെടുത്തുന്നു. മനുഷ്യരെ നിഗ്രഹിക്കാതെ, ദുഷ്ടന്മാരെ നിഗ്രഹിക്കാതെ അവന്റെ പാപം അവൻ എടുത്തു മാറ്റുന്നു. ലോകത്തിന്റെ പാപം വഹിക്കുന്ന, എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. തീർന്നില്ല. ദൈവത്തിന്റെ ഉയരങ്ങളിലേക്കും സ്നേഹത്തിലേക്കുമാണ് യേശു കുരിശിൽ ഉയർത്തപ്പെട്ടത്. ഈ ദൈവത്തിന്റെ ദൈവസ്നേഹത്തിന്റെ ഉയരങ്ങളിലേക്ക്, ദൈവത്തിന്റെ ഉയരങ്ങളിലേക്ക്, അവന്റെ സ്നേഹത്തിലേക്ക് ആണ് യേശു കുരിശിൽ ഉയർത്തപ്പെട്ടത്. അതിനാൽ അവിടെയാണ്, കുരിശിലാണ് യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുക. അവൻ നമുക്ക് ജീവൻ തരുന്നു. ജീവജലം, ജീവരക്തം ഇല്ലേ ഒഴുകില്ലേ പാർശ്വത്തിൽ നിന്ന്. അതിനർത്ഥം അവൻ ദൈവത്തെ തരുന്നതാണ്. ജീവൻ തരുന്നു. എങ്ങനെയാണ് അവൻ ജീവൻ തരുന്നത്? അവൻ ദൈവത്തെ തരുന്നു. ദൈവത്തെ തരാൻ അവനെങ്ങനെ കഴിയുക? അവൻ തന്നെ ദൈവവുമായിട്ട്, ദൈവപിതാവുമായിട്ട് ഒന്നാണ്. ഞാനൊന്ന് ആവർത്തിക്കാം. ദൈവത്തിന്റെ ഉയരങ്ങളിലേക്കും സ്നേഹത്തിലേക്കുമാണ് യേശു കുരിശിലുയർത്തപ്പെട്ടത്. കുരിശിലുയർത്തപ്പെട്ടപ്പോൾ അവൻ ജീവജലവും ജീവരക്തവും നൽകി. എന്ന് വെച്ചാൽ ജീവൻ നൽകി, അതായത് ദൈവത്തെ നൽകി. അവന് ദൈവത്തെ എങ്ങനെ നൽകാൻ പറ്റും? അവൻ ദൈവപിതാവുമായിട്ട് ഒന്നാണ്. ഞാനും പിതാവും ഒന്നാണ്. നഷ്ടപ്പെട്ട ആടായ മനുഷ്യവംശത്തെ തേടിയിറങ്ങുന്ന ഇടയൻ ദൈവം തന്നെയായ ലോഗോസാണ്. നഷ്ടപ്പെട്ട ആടായ മനുഷ്യവംശത്തെ തേടിയിറങ്ങുന്ന നല്ല ഇടയൻ ദൈവം തന്നെയായ ലോഗോസാണ്. ഓരോ പാപം ചെയ്യുമ്പോഴും, ഓരോ അക്രമം ചെയ്യുമ്പോഴും നാം മരണത്തിലേക്ക്, നരകത്തിലേക്ക് പതിക്കുകയാണ്. യേശു നരകത്തിലേക്ക് ഇറങ്ങി എന്നുള്ള എൻ്റെ ആ വീഡിയോ നന്നായിട്ട് കാണുക. അതിന് അവസാനം വരെ കാണുക. 10-15 മിനിറ്റ് വെച്ച് നിർത്തിപ്പോകരുത്. കാരണം അവസാനം വരുമ്പോൾ കാണാം നമ്മൾ ഈ നരകം, മരണം എന്നൊക്കെ പറയുന്നതിന് അർത്ഥം എന്താണോ, അത് എന്തുമാത്രം നമ്മളെ ബാധിക്കുന്നതാണെന്ന് അതിന്റെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക. ഓരോ പാപം ചെയ്യുമ്പോഴും, ഓരോ അക്രമം ചെയ്യുമ്പോഴും നാം മരണത്തിലേക്ക്, നരകത്തിലേക്ക് പതിക്കുന്നു. യേശു നരകത്തിലേക്ക്, മരണത്തിലേക്ക് ഇറങ്ങുന്നു. അതാണ് മനുഷ്യാവതാരം.
അവൻ മനുഷ്യാസ്തിത്വം സ്വീകരിക്കുന്നു. അതിലൂടെ നമ്മെ അവൻ തന്റെ തോളിൽ വഹിച്ച് പൊക്കിക്കൊണ്ടുവരുന്നു. ഞാൻ ഒന്നുകൂടി പറയാ, നമ്മൾ പാപം ചെയ്താൽ, നമ്മൾ ഒരു അക്രമം ചെയ്താൽ മരണത്തിലേക്ക്, നരകത്തിലേക്ക് പതിക്കുകയാണ്, നഷ്ടപ്പെടുകയാണ്, നഷ്ടപ്പെട്ട ആടായി മാറുകയാണ്. ഈ നഷ്ടപ്പെട്ട ആടിനെ തേടിയിറങ്ങിയതാണ് ഇടയൻ. ആ ഇടയൻ നമ്മൾ നഷ്ടപ്പെട്ട് കിടക്കേണ്ട എവിടെയാ? പാതാളക്കുഴിയിലാണ്. ആ പാതാളക്കുഴിയിലേക്ക് അവൻ ഇറങ്ങുകയാണ്. അതാണ് മനുഷ്യാവതാരം. എന്നിട്ട് ആ പാതാളക്കുഴിയിൽ നിന്ന് മരണത്തിലേക്ക് ഇറങ്ങുകയാണ്, നമ്മൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്തേക്ക്. എന്നിട്ട് നമ്മളെ അവന്റെ തോളിൽ ഏറ്റുകയാണ്. അങ്ങനെ ഒരു ഇറക്കത്തിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട ആടായ നമ്മെ, മനുഷ്യവംശത്തെ കണ്ടെത്താൻ കഴിയുമായിരുന്നുള്ളൂ. ചില ആളുകൾ ഇങ്ങനെ തോളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. അപ്പൊ നിന്നെ വേണ്ടാന്നും പറഞ്ഞ്, നീ എന്നെ സ്പർശിക്കണ്ടെന്നും പറഞ്ഞ് വീണ്ടും നഷ്ടപ്പെട്ടു പോയി. അതാണ് കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയവര്. അവര് തോളിൽ നിന്ന് നഷ്ടപ്പെട്ട ആടായ ആടായ അവര് കർത്താവായ നല്ല ഇടന് തോളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. ഇടയ്ക്ക് വരുമ്പം അവർക്കൊരു തോന്നി, ഇവന്റെ തോളിലിരുന്ന് വരേണ്ട കാര്യമില്ലെന്ന് തോന്നി. അങ്ങനെ അവനെ മറുതലിച്ച് വിട്ടുപോയവരാണ് ഈ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടും നഷ്ടപ്പെട്ടു പോയവര്. അവർ വലിയ പാടാണ് തിരിച്ചു വരല്. വിജാതിര് വരുന്നതിനേക്കാളും പാടാണ്. തന്റെ മനുഷ്യാവതാരത്തിലൂടെയും കുരിശിലൂടെയും യേശു അലഞ്ഞു നടക്കുന്ന ആടിനെ, മനുഷ്യവംശത്തെ ആലയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. അതെ, മനുഷ്യനായി അവതരിച്ച ദൈവത്തിന് മാത്രമേ ആടുകളെ, മനുഷ്യരെ തോളിൽ വഹിക്കുന്ന ഇടയനാകാൻ കഴിയൂ. ആ ഇടയന് മാത്രമേ നമ്മുടെ ജീവിതത്തിന്റെ മുൾച്ചെടികളിലൂടെയും മരുഭൂമികളിലൂടെയും നമ്മെ പിന്തുടരാൻ കഴിയൂ. അവന്റെ തോളിൽ ഇരുന്നേ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയൂ. ഇത് സത്യമാണ്. ചുരുക്കത്തിൽ ദൈവം തന്നെ മനുഷ്യപാപങ്ങളും അക്രമങ്ങളും വലിച്ചു കുടിച്ച് അതിനെ രൂപാന്തരപ്പെടുത്തുന്നു. ഇത് കേൾക്കുമ്പോൾ ഇത് ഭ്രാന്താണ്, ഇത് ഭോഷത്വമാണ്, ഇത് ഇടർച്ചയാണ് എന്ന് പലരും പറയും. അത് പൗലോസ്യൊക്കെ പറഞ്ഞിട്ടുണ്ട്. കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനത്തില് 1-ാമത്തെ അധ്യായം 22 മുതൽ 25 വരെ. യഹൂദന്മാർക്ക് ഇടർച്ചയാണിത്, ഗ്രീക്കുകാർക്ക്, വിജാതിയർക്ക് ഇത് ഭോഷത്വമാണ്. പക്ഷെ ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം. അതായത് മനുഷ്യനെ നിഗ്രഹിക്കാതെ, അക്രമത്തിന് വഴിപ്പെടാതെ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ ദൈവം കണ്ട ജ്ഞാനമാണ് ഈ പറഞ്ഞ കുരിശുമരണം. ദൈവം തന്നെ മനുഷ്യനാകുക. സ്വാഭാവികമായിട്ടും ഇത് സ്വീകരിക്കാൻ പറ്റാത്തവർ ചോദിക്കും, എന്തിനാണ് ദൈവം മനുഷ്യനാകുന്നത്? അങ്ങനെ ദൈവത്തിന് തന്നെ ഗ്രഹണം സംഭവിക്കാൻ, അല്ലേ? ഗ്രഹണം എന്ന് പറഞ്ഞാൽ മറഞ്ഞു പോകുക, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം. ദൈവം മനുഷ്യനായി കഴിഞ്ഞാൽ ദൈവം തന്നെ മറഞ്ഞു പോകില്ലേ? ഗ്രഹണം സംഭവിക്കില്ലേ? അങ്ങനെയാണ് മുസ്ലിം സഹോദരന്മാർ പറയണേ. അതിനുള്ള ഉത്തരം ഇതാണ്: ദൈവത്തിന്റെ ആത്മവ്യയമാണ് ക്രിസ്തു. ക്രൈസ്റ്റ് ഈസ് എ സെൽഫ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗാഡ്. എന്താണ് ഇങ്ങനെ പറഞ്ഞാൽ അർത്ഥം? നമ്മൾ സൃഷ്ടിയുടെ ഘടനയിലേക്ക് ഒന്ന് നോക്കിയേ. ഈ സൃഷ്ടിയുടെ ഘടനയിലേക്ക്, നമ്മുടെ പ്രപഞ്ച സൃഷ്ടി നോക്കിയേ. ഒരു ജീവനുള്ള ഒന്നിനെ സംരക്ഷിക്കാനായി ദശലക്ഷക്കണക്കിന് ജീവനെ ദൂർത്തടിക്കുന്നതാണ് ഈ പ്രപഞ്ചം. അതിൽ വല്ല യുക്തിയുണ്ടോ? ഞാൻ കുറച്ചുകൂടി തെളിച്ച് പറയാം. നമുക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു ബീജവും ഒരു അണ്ടവും മതി, ഇല്ലേ? ഒരു ബീജവും ഒരു അണ്ടവും പോരെ, മതി. ഒരു സ്പേം, അല്ലേ? ഒരു എഗ് മതി. പക്ഷേ ഒരു പുരുഷന്റെ ഒരു ഇജാക്കുലേഷനിൽ എത്ര കോടി ബീജമുണ്ട്? 2 കോടി എന്നാണ് കണക്ക്. 2 കോടി. ഒരു ബീജം ആവശ്യമുള്ളൂ, പക്ഷേ ധൂർത്തടിക്കുന്നതോ 2 കോടിയാണ്. അതായത് ജീവനുള്ള ഒരു ബീജത്തെ നിലനിർത്താൻ 2 കോടി ബീജമാണ് ധൂർത്തടിച്ച് കളയണേ. ഇതാണ് പ്രകൃതിയിലെ നിയമം, പ്രപഞ്ചത്തിലെ നിയമം. അപ്പോ ഈ സൃഷ്ടിയുടെ ഘടനയുടെ നിയമത്തിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ദൈവം സ്വയം വ്യയം ചെയ്തത്, ധൂർത്തടിച്ചത് എന്തുകൊണ്ടെന്ന്. മനുഷ്യൻ എന്ന ഒരു ആത്മാവ്, ആ ആത്മാവ് ഒരു ബിന്ദുവിൽ ജീവിക്കാൻ വേണ്ടി പ്രപഞ്ചത്തെ മുഴുവൻ ധൂർത്തടിക്കുകയല്ലേ പ്രപഞ്ചം ദൈവം ചെയ്തിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കണക്കനുസരിച്ച് ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ, മനുഷ്യരുള്ളൂ. ഇനി കണ്ടെത്തട്ടെ, അത് കുഴപ്പമില്ല. പക്ഷേ എന്തുമാത്രം ഗ്രഹങ്ങൾ, എന്തുമാത്രം നക്ഷത്രങ്ങളെ ഗാലക്സികൾ, ക്ലസ്റ്റേഴ്സ് ഓഫ് ഗാലക്സീസ്. ഈ പ്രപഞ്ചം മുഴുവൻ എന്തിനാണ്? ഒരു ഭൂമി എന്ന് പറഞ്ഞ ഒരു പൊട്ട് പോലത്തെ സ്ഥലത്ത് മനുഷ്യന് ജീവിക്കാൻ. അപ്പോൾ മനുഷ്യൻ എന്ന ആത്മാവ് ഒരു ബിന്ദുവിൽ ജീവിക്കാൻ ഈ അണ്ടകടാഹമായ പ്രപഞ്ചം മുഴുവൻ ധൂർത്തടിക്കുന്നവനാണ് ദൈവം. ദൈവത്തിന്റെ സ്വഭാവമാണ് ധൂർത്തടിക്കല്. അതെ, സൃഷ്ടിയിൽ ദൈവത്തിന് ട്രേഡ് മാർക്ക് ധൂർത്താണ്.
രക്ഷാചരിത്രത്തിന്റെ അടിത്തറയും രൂപവും ഈ ധൂർത്താണ്. ദൈവം പ്രപഞ്ചത്തെ മാത്രമല്ല, തന്നെ തന്നെ ധൂർത്തടിച്ച്, തന്നെ തന്നെ വ്യയം ചെയ്ത്, തന്നെ തന്നെ ചൊരിഞ്ഞ് വെറും ചാരവും പൊടിയുമായ മനുഷ്യനെ പൊക്കിക്കൊണ്ടുവരികയാണ്, രക്ഷയിലേക്ക് നയിക്കുകയാണ്. ഈ അമിത വ്യയം, ധൂർത്ത്, അതാണ് രക്ഷയുടെ നിർവചനവും രക്ഷാചരിത്രത്തിന്റെ അടയാളവും. ദൈവം സ്വയം ധൂർത്തടിച്ചു, സ്വയം വ്യയം ചെയ്തു. ഇതാണ് നമ്മൾ പറഞ്ഞ ആത്മവ്യയം. മനുഷ്യനെ രക്ഷിക്കാൻ ദൈവം തന്നെ തന്നെ ധൂർത്തടിച്ചു, മനുഷ്യനായി. മനുഷ്യന് മുഴുവൻ അക്രമം തന്നിലേക്ക് തന്നെ എടുത്ത് മനുഷ്യനെ സ്വതന്ത്രനാക്കി. താൻ ഇങ്ങനെ തനിക്ക് ഗ്രഹണം സംഭവിക്കുന്നൊക്കെ അത് ദൈവത്തെ കുറിച്ച് അറിയാത്തവർക്ക് അങ്ങനെ ചിന്തിക്കാം. ഈ ധൂർത്ത് ആർക്കാ മനസ്സിലാകുക? നിങ്ങൾക്ക് ഒരു പ്രണയമുണ്ടെന്ന് വിചാരിക്കുക, ആണോ പെണ്ണാകട്ടെ, എന്തുമാത്രം പണം ചെലവിടാൻ ഒരു മടിയുണ്ടാകുമോ? അവിടെ കണക്കുകൂട്ടലുകൾ നടത്തിയാൽ ശരിയാകുമോ? കണക്കുകൂട്ടൽ ഉണ്ടാകുമോ? ഇല്ല. നിങ്ങളൊരു ശരിക്കും പ്രണയത്തിലാണെങ്കിൽ ആ പ്രേമഭാജനത്തിന് വേണ്ടി നിങ്ങൾ കണക്കുകൂട്ടലുകൾ നടത്തില്ല. എത്ര ചെലവിട്ടാലും അത് പോരാന്ന് വരും. അത് സ്നേഹത്തിന്റെ ഭാഷയാണ്. കണക്കുകൂട്ടലുകളും ഗണിതവും വെച്ചിരിക്കുന്നവർക്ക് ഈ ഭാഷ മനസ്സിലാകില്ല. പ്രണയം മനസ്സിലാക്കുന്നവർക്ക് ഇതും മനസ്സിലാകും, സ്നേഹം മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാകും. പണത്തിന്റെയും കണക്കുകൂട്ടുകളുടെയും ഭാഷ മാത്രം അറിയുന്നവർക്ക് ഈ ദൈവം സ്വയം ധൂർത്തടിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല. പ്രണയത്തിൽ വീണവർക്ക് അത് മനസ്സിലാകും. യഥാർത്ഥ സ്നേഹത്തിന്റെ ഭാഷയാണ് ധൂർത്ത്. നമുക്കറിയാം, മകന് രോഗം വന്നാൽ കിഡ്നി കൊടുക്കാൻ തയ്യാറാകും അമ്മ അല്ലെങ്കിൽ ഭാര്യ. താൻ മരിച്ചു പോകുമോ, തന്റെ കിഡ്നി ഇതാകുമോ, ഇതൊന്നും അവർ ചിന്തിക്കില്ല. അത് ചിന്തിക്കാൻ കഴിയില്ല അവർക്ക്. അമ്മ അങ്ങനെ ചെയ്യും. അത് സ്നേഹത്തിന്റെ ധൂർത്താണ്. നമ്മൾ ഇത്രയും സ്നേഹത്തിന്റെ ധൂർത്ത് എത്രയോ കാണുന്നു. അപ്പോൾ സ്വയം ധൂർത്തടിക്കുന്ന അമ്മ, സ്വയം ധൂർത്തടിക്കുന്ന ഭാര്യ, ഇതുപോലെയാണ് ദൈവം സ്വയം ധൂർത്തടിച്ചു. തന്റെ മക്കളെ പൊക്കിക്കൊണ്ടുവരാൻ, അവരെ നശിപ്പിക്കാതെ അവരെ പാപത്തെ നശിപ്പിക്കാൻ, അവരെ രൂപാന്തരപ്പെടുത്താൻ ദൈവം സ്വയം ധൂർത്തടിച്ചു. ആ സ്വയം ധൂർത്തടിച്ച കഥയാണ് കുരിശ്. അപ്പൊ വീണ്ടും ചോദ്യം, ഇതൊക്കെ പണ്ട് സംഭവിച്ചതല്ലേ? 2000 കൊല്ലം മുമ്പ് സംഭവിച്ചതല്ലേ? ഇന്ന് ക്രിസ്തുവിന്റെ കുരിശിനെ നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നത് എങ്ങനെ? ഇന്ന് ഈ യേശുവിന്റെ കുരിശിന്റെ ആലിംഗനം ഉണ്ടല്ലോ, ഈ ദൈവപിതാവിനെയും മനുഷ്യനെയും ആലിംഗനം ചെയ്യുന്നത്, ആ ആലിംഗനത്തിനുള്ളിൽ ഇന്ന് നമുക്ക് എങ്ങനെ വരാൻ പറ്റും? ഇന്ന് ക്രിസ്തുവിന് നമ്മെ എങ്ങനെ ആലിംഗനം ചെയ്യാൻ പറ്റും? തിരിച്ച് കുരിശിലെ ക്രിസ്തുവിനെ നമുക്ക് എങ്ങനെ സ്പർശിക്കാൻ പറ്റും? അങ്ങനെ നമ്മുടെ അക്രമവും നമ്മുടെ അനീതിയും അവൻ വലിച്ചെടുത്ത് ദഹിപ്പിച്ച് കളഞ്ഞ് നമ്മെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നത് എങ്ങനെ? യേശു ഭൂമിയിൽ വന്ന് യേശുവിൽ ഭൂമിയിൽ വന്ന ദൈവത്തെ ഇന്ന് തൊടാൻ കഴിയുന്നത് എങ്ങനെ? ഒന്നുകൂടി തെളിച്ച് പറഞ്ഞാൽ, ചരിത്രത്തിലെ അവന്റെ ബലി, കുരിശിലെ ബലി, അത് ആവർത്തിക്കാൻ കഴിയില്ലല്ലോ. ആവർത്തിക്കേണ്ട കാര്യമില്ല. ആവർത്തിക്കാൻ കഴിയില്ല, ആവർത്തിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ആ ചരിത്രത്തിലെ ബലിയിലൂടെ ചരിത്രത്തിന് അതീതമായൊരു കാര്യം കൂടി സംഭവിച്ചു. എന്താണത്? അവന്റെ ഉത്ഥാനം. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു. ആ ചരിത്രത്തിലെ ബലി ആവർത്തിക്കാൻ കഴിയില്ല. പക്ഷെ ആ ബലിയിലൂടെ കടന്നുപോയി മരിച്ചവരിൽ അവൻ തിരുവുത്ഥാനം ചെയ്തു. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? അവനൊരു സ്ഥലത്തും കാലത്തും മറ്റും ഒതുങ്ങിയില്ല. എല്ലാ കാലത്തേക്കുമായി അവൻ സാർവത്രികനായി. അന്ന് കുരിശിൽ മരിച്ചവനാണ് ഉത്ഥാനം ചെയ്തത്. പക്ഷെ കാലദേശങ്ങൾക്ക് അതീതനായി അവൻ. അന്ന് ഒരു ചെറിയ സ്ഥലത്താണ് അവൻ ജീവിച്ചതും മരിച്ചതും. പക്ഷെ മരിച്ച് ഉത്ഥാനം ചെയ്തപ്പോഴോ എല്ലാ സ്ഥലത്തും അത് ദൈവം സർവ്വവ്യാപിയാണെന്ന് പറയുന്ന രീതിയിലല്ല കേട്ടോ. അത് അതിനു മുമ്പുണ്ടായിരുന്നല്ലോ. ഇപ്പൊ മൂർത്തമായ തരത്തിൽ ദൈവം സർവ്വവ്യാപി ആയതുകൊണ്ട് ഇവിടെ ഉണ്ടെന്നല്ല പറയണേ. അന്ന് പാലസ്തീനായിൽ ജീവിച്ച് മരിച്ച അവൻ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തപ്പോൾ ആ ശരീരത്തോടുകൂടി ഉത്ഥാനം ചെയ്തവൻ മൂർത്തമായ തരത്തിൽ കാലദേശങ്ങൾക്ക് അതീതനായി. ഈ കുരിശുമരണത്തിന് മുമ്പ് ദൈവം സർവ്വവ്യാപിയാണ്. ആ അർത്ഥത്തിലല്ല. ഇപ്പോൾ കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തവൻ സാർവത്രികനാണ്. അതുകൊണ്ട് തന്നെ കത്തുന്ന മുൾപ്പടർപ്പായ അവനെ, ദഹിപ്പിക്കുന്ന അഗ്നിയായ ദൈവത്തെ,
നമ്മുടെ പാപങ്ങളെ ദഹിപ്പിച്ച് കളയാൻ കഴിയുള്ള അഗ്നിയായ ദൈവത്തെ തൊടാനുള്ള സാധ്യത ഈ ഉത്ഥാനത്തിലൂടെ കൈവന്നു. അപ്പോ കുരിശിലെ ബലി അത് ചരിത്രത്തിൽ സംഭവിച്ചതാണ്, ആവർത്തിക്കാൻ പറ്റില്ല. പക്ഷേ കുരിശിലെ ബലിയിലൂടെ അവൻ കടന്നുപോയപ്പോൾ തിരുവുത്ഥാനത്തിലേക്ക് കടന്നു. ആ ബലിയും ഉത്ഥാനവും അതിലൂടെ ഈ ചരിത്രത്തിൽ ജീവിച്ചു പോയവനെ ഇന്ന് തൊടാനുള്ള സാധ്യത അവൻ തുറന്നിട്ടു. നമുക്കൊന്നുകൂടി പറയാം. ഇതിന്റെ നിങ്ങൾ ഊഹിച്ചു കാണും ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന്. ഞാൻ തെളിച്ചു പറയാം, അതിലേക്ക് വരികയാണ്. ദൈവം മനുഷ്യത്വം സ്വീകരിക്കുകയും യേശുവിൽ ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായിരിക്കും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ എന്ന നിലയിൽ തന്നെ യേശു എല്ലാ കാലദേശങ്ങളെയും ആലിംഗനം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പങ്കുപറ്റുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ട വചനമാണ് കേട്ടോ. ദൈവം സർവ്വവ്യാപിയല്ലേ, കിഴക്കോട്ട് തിരിയണോ പടിഞ്ഞാറോട്ട് തിരിയണോ എന്ന് ചോദിക്കാറുണ്ട്. അവര് ദൈവത്തിന്റെ മനുഷ്യാവതാരം നിഷേധിക്കുകയാണ്. ഞാൻ ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിലൂടെ വന്ന കാര്യമാണ് പറയുന്നത്. ദൈവം മനുഷ്യത്വം സ്വീകരിക്കുകയും യേശുവിൽ ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരിക്കും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ എന്ന നിലയിൽ തന്നെ യേശു എല്ലാ കാലദേശങ്ങളെയും ആലിംഗനം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പങ്കുപറ്റുന്നു. മനുഷ്യൻ എന്ന നിലയിൽ. ഇത് നിങ്ങൾ ഒരു 1000 വട്ടം കേൾക്കണോട്ടോ ഞാൻ ഈ പറഞ്ഞ വചനം. അപ്പോൾ മാത്രം അവൻ ഇന്നലെയോ ഭൂതകാലത്തോ സംഭവിച്ച ഒന്നല്ല. അപ്പോൾ മാത്രം അവൻ ഇന്നലെയോ ഭൂതകാലത്തോ സംഭവിച്ച ഒന്നല്ല. പ്രത്യുത എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലുമുള്ള മനുഷ്യരുടെ സമകാലികനാണ്. യേശു മനുഷ്യൻ എന്ന നിലയിൽ എല്ലാ മനുഷ്യരുടെയും സമകാലികനാണ്. എല്ലാ ലോകങ്ങളിലുമുള്ള എല്ലാ കാലത്തുമുള്ള മനുഷ്യർ സമകാലികനാണ്. അതെങ്ങനെ സാധിച്ചത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദൈവം മനുഷ്യത്വം സ്വീകരിക്കുകയും യേശുവിൽ ഒരേ സമയം പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവം ആയിരിക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യൻ എന്ന നിലയിൽ തന്നെ യേശു എല്ലാ കാലദേശങ്ങളിലും ആലിംഗനം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പങ്കുചേരുന്നു. അപ്പോൾ മാത്രം അവൻ ഇന്നലെയോ ഭൂതകാലത്തോ സംഭവിച്ച ഒന്നല്ല. പ്രത്യേക എല്ലാ കാലങ്ങളിലും എല്ലാ ദേശങ്ങളിലുമുള്ള മനുഷ്യരുടെ സമകാലികനാണ്. എല്ലാ മനുഷ്യരും സമകാലികനാണ്. അവൻ ഇപ്പോൾ ഇവിടെ സന്നിഹിതനാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സർവ്വവ്യാപിയായ ദൈവം എല്ലായിടത്തും ഉള്ളതുപോലെ അല്ല ഇപ്പോൾ അവൻ മൂർത്ത രൂപത്തിൽ മനുഷ്യൻ എന്ന നിലയിൽ സന്നിഹിതനാണ്. അതിനാൽ ചരിത്രത്തിൽ ആ സംഭവത്തെ സ്പർശിക്കാൻ ഇന്ന് നമുക്ക് കഴിയും. മനുഷ്യൻ എന്ന നിലയിൽ അവൻ ഇന്ന് സന്നിഹിതനാണ്. ദൈവം സർവ്വവ്യാപിയാണ് എന്ന നിലയിൽ മാത്രമല്ല, യേശു മനുഷ്യൻ എന്ന നിലയിൽ ഇന്ന് സന്നിഹിതനാണ്. കാരണം ദൈവം മനുഷ്യത്വം സ്വീകരിച്ചവനാണ്. അവനിൽ ദൈവം ഒരേ സമയം ദൈവവും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും ആയിരിക്കുന്നു. അവൻ മരിച്ചു ഉത്ഥാനം ചെയ്തതിലൂടെ മനുഷ്യൻ എന്ന നിലയിൽ ഇന്നും സന്നിഹിതനാണ്. ആ മനുഷ്യൻ എന്ന നിലയിൽ അവനെ തൊടാൻ നമുക്ക് പറ്റും. അതായത് നമ്മൾ വിശ്വസിക്കുന്ന ഈ ചരിത്രം ഒരാളാണ്. ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ചരിത്രം ഒരു സംഭവം മാത്രമല്ല, ഒരാളാണ്, ജീവിക്കുന്ന ആള്. ഇത് പെന്തക്കോസ്താരും യഹോവസാക്ഷികളും ദൈവസഭക്കാരും കേൾക്കണം കേട്ടോ. ചരിത്രത്തിലെ ബലി ആവർത്തിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടാണ് അവർ കുർബാന നിഷേധിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾ പല പ്രാവശ്യം കേട്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പറയുന്നത് തെറ്റാണെന്ന്. ചരിത്രത്തിലെ ആ സംഭവത്തെ സ്പർശിക്കാൻ നമുക്കിന്ന് കഴിയുന്നു. കാരണം ആ ചരിത്ര സംഭവം ഒരാളാണ്, ജീവിക്കുന്ന ആള്, ഇന്നും ജീവിക്കുന്ന ആള്, ദൈവം മനുഷ്യനായ ലോഗോസ്. അവനെ മൂർത്തമായി സ്പർശിക്കുന്ന നിമിഷത്തെയാണ് സഭ കൂദാശ എന്ന് വിളിക്കുന്നത്. ദൈവം മനുഷ്യനായ ആളെ, ദൈവം സർവ്വവ്യാപി ആ അർത്ഥത്തിലല്ല, ദൈവം മനുഷ്യനായ ആളെ മനുഷ്യൻ എന്ന നിലയിൽ ഇന്ന് സമകാലികനായിരിക്കുന്ന ഇന്ന് ജീവിക്കുന്ന ആളെ സ്പർശിക്കുന്ന നിമിഷത്തെയാണ് കൂദാശ എന്ന് വിളിക്കുന്നത് സഭ. അപ്പോൾ നമ്മുടെ അക്രമം, നമ്മുടെ പാപം അവൻ സ്വാംശീകരിച്ച് തേച്ചുമാച്ച് കളഞ്ഞ് നമ്മെയും നമ്മളുടെ ലോകത്തെയും രൂപാന്തരപ്പെടുത്തുന്നു. ഇങ്ങനെ പാപമയമായ പ്രപഞ്ചത്തിൽ ഈ കൂദാശ നൽകപ്പെടുന്ന കൃപയുടെ ദ്വീപാണ് കത്തോലിക്ക സഭ. പാപമയമായ ലോകത്തിൽ ഈ സാധ്യത നൽകപ്പെടുന്ന ഐലൻഡ് ഓഫ് ഗ്രേസ്, അതാണ് കത്തോലിക്ക സഭ. ദൈവവും മനുഷ്യനും പാപരഹിതനും ആത്മബലിയുമായ ആ ആളെ സ്പർശിക്കുന്നത് ഭൗതികമായിട്ടല്ല, ശാരീരികമായിട്ടാണ്. നോട്ട് മെറ്റീരിയൽ ബട്ട് ഫിസിക്കൽ. 2000 സംവത്സരങ്ങൾക്ക് മുമ്പ് അവനെ സ്പർശിക്കാൻ അവർക്ക് കഴിഞ്ഞു, ഇല്ലേ?
ഞങ്ങൾ കണ്ടു തൊട്ടെന്ന് പറയുന്നില്ലേ യോഹന്നാൻ 1 അത് ലോകാവസാനം വരെ എല്ലാ മനുഷ്യർക്കും സാധ്യമാക്കണ്ടേ? 2000 വർഷം മുമ്പ് ജീവിച്ചവർക്ക് മാത്രം യേശുവിനെ കണ്ടാൽ മതിയോ തൊട്ടാൽ മതിയോ? പോരാ, ലോകാവസാനം വരെയുള്ളവർക്ക് അത് സാധിക്കണം. അതിനു വേണ്ടിയാണ് അവൻ തന്നെ കൂദാശിയായിട്ട് നൽകിയത്. അന്ന് അവൻ മനുഷ്യത്വത്തിൽ മറഞ്ഞിരുന്നു, അവന്റെ ദൈവത്വം മനുഷ്യത്വത്തിൽ മറഞ്ഞിരുന്നു. ഇന്ന് അവന്റെ ദൈവത്വം അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നു. അന്ന് മനുഷ്യനായ യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ എല്ലാവർക്കും പറ്റിയോ? ദൈവമാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കൊന്നു കളഞ്ഞത്. അപ്പോൾ ആ മനുഷ്യനെ, യേശു എന്ന മനുഷ്യനെ കണ്ടവർക്ക് അവൻ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ പറ്റിയോ? കുറച്ച് പേർക്കൊഴികെ മറ്റാർക്കും പറ്റിയില്ല. ഇതന്നെ ഇന്നും തിരുവോസ്തി യേശു ക്രിസ്തുവെന്ന് വിശ്വസിക്കാൻ അന്ന് ആ മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം പ്രയാസമുണ്ടായിരുന്നോ അത്രയും പ്രയാസമുണ്ട് ഈ തിരുവോസ്തി യേശു ക്രിസ്തുവെന്ന് വിശ്വസിക്കാൻ. അതുകൊണ്ടാണ് ഇത് വിട്ടുപോയവർ, കത്തോലിക്ക സഭ വിട്ടുപോയവർക്ക് അത് വിശ്വസിക്കാൻ പറ്റാത്തത്. അന്നത്തെ ഫരിസയർ ചോദിച്ചില്ലേ, യഹൂദർ ചോദിച്ചില്ലേ, ഇവന്റെ മാംസം ശരീരം ഭക്ഷണമായി തരാൻ എങ്ങനെ കഴിയും ഇവന്? ഇന്ന് ഈ പെന്തക്കോസ്ത ദൈവസഭക്കാരും യഹോവ സാക്ഷികളൊക്കെ ചോദിക്കുന്നതും ഈ ചോദ്യമാണ്. പ്രോട്ടസ്റ്റന്റ് സഭയിൽ പലരും ചോദിക്കുന്നത് ഈ ചോദ്യമാണ്. അതായത് ഇത് ദൈവമാണെന്ന് വിശ്വസിക്കാൻ അന്ന് ആ മനുഷ്യൻ, യേശു എന്ന മനുഷ്യൻ ദൈവമാണെന്ന് വിശ്വസിക്കാൻ എന്തുമാത്രം പ്രയാസമുണ്ടായിരുന്നോ അത്രയും തന്നെ പ്രയാസമുണ്ട് ഈ തിരുവോസ്തി യേശുക്രിസ്തുവാണെന്ന് വിശ്വസിക്കാൻ. പക്ഷേ അത് യേശുക്രിസ്തുവാണ്. അതിലൂടെ അന്ന് അവനെ ശാരീരികമായി തൊടാൻ അനുവാദം കൊടുത്തതുപോലെ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് അവനെ ശരീരം കൊണ്ട് തൊടാനുള്ള സാധ്യതയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പലരും കുർബാന കൈകൾ സ്വീകരിക്കാമോ ഇല്ലയോ എന്ന് ചോദിക്കും. ഞാൻ പറയും സ്വീകരിക്കാം. ശിമയോൻ യേശുവിനെ കൈകളിലെടുത്തു. ആ ശിമയോന്റെ വിചാരങ്ങൾ എന്തായിരിക്കും നോക്കി. ശിമയോൻ യേശുവിനെ കൈകളിലെടുത്തു, മറിയം യേശുവിനെ കൈകളിലെടുത്തു. ഞാൻ 1989 ഡിസംബറിൽ എനിക്ക് പട്ടം കിട്ടിയത്. ഞാൻ പ്രധാന കാർമ്മികനായിട്ട് അർപ്പിച്ച കുർബാനയിൽ 3 അല്ലെങ്കിൽ 4 ദിവസം മാത്രമാണ് അതായത് തിരുരക്തം തിരുശരീരം ഒരുമിച്ച് കൊടുക്കാതിരുന്നിട്ടുള്ളൂ. അതായത് തിരുശരീരം മാത്രം കൊടുത്തിട്ടുള്ളത് 4-3 ദിവസം ഞാൻ പ്രധാന കാർമ്മികനായ കുർബാനയിൽ. അത് ചില സ്ഥലത്ത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ 2 സ്പീഷീസിലെ കൊടുക്കൂ. അതുകൊണ്ട് തന്നെ ഞാൻ വായലാണ് കൊടുക്കാറ്. കാരണം നിങ്ങൾ കൈകളിൽ കൊടുക്കാൻ പ്രയാസമാണ്. പക്ഷെ കൈകളിൽ കൊടുക്കുന്നതും തെറ്റൊന്നുമില്ല. ശിമയോൻ യേശുവിനെ കൈകളിൽ എടുത്തു. അന്ന് മാത്രം മതി, ശിമയോന് മാത്രം കിട്ടിയാൽ മതി. ഇന്നും കിട്ടണ്ടേ ആ ഭാഗ്യം? മറിയം യേശുവിനെ കൈകളിൽ എടുത്തു, മറിയത്തിന് മാത്രം കിട്ടിയാൽ മതിയോ ഭാഗ്യം? ഇന്ന് നമുക്കും കിട്ടണ്ടേ? അതിനു വേണ്ടിയാണ് അവൻ അപ്പമായത്. ദൈവം മനുഷ്യനായി. ആ ദൈവം മനുഷ്യനായവൻ അപ്പമായി താഴോട്ട് ഇറങ്ങുകയാണ്. ഇതാണ് ദൈവത്തിന്റെ രീതി. എന്ന് വെച്ചാൽ യേശുവിനെ ഭൗതികമായിട്ടല്ല സ്പർശിക്കുന്നത്. പട്ടാളക്കാര് യേശുവിനെ അടിച്ചപ്പോഴൊക്കെ സ്പർശിച്ചു. യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തപ്പോൾ സ്പർശിച്ചു. അത് ഭൗതിക സ്പർശനം. അത് ശാരീരിക സ്പർശനം അല്ല. ശരിക്കും ശാരീരിക സ്പർശനം വിശ്വാസം കൊണ്ടാണ്. അപ്പോൾ പട്ടാളക്കാരും യൂദാസും സ്പർശിച്ചതുപോലെ അല്ല യേശുവിനെ സ്പർശിക്കേണ്ടത്, ശിമയോനും മറിയൊക്കെ സ്പർശിച്ചതുപോലെ. അപ്പോൾ വിശ്വാസത്തോടെ സ്പർശിക്കുമ്പോൾ നമ്മുടെ പാപം അവനെ സ്പർശിക്കുന്നു, പാപം കത്തിപ്പോകുന്നു, നമ്മൾ രൂപാന്തരപ്പെടുന്നു. ഓരോ പ്രാവശ്യം ഇതാണ് ചെയ്യേണ്ടത്. ഇതിനു വേണ്ടി ഇത് സംഭവിക്കാനാണ് പൗലോസ്ലീഹ പറഞ്ഞത് നമ്മൾ യേശുവിനോട് ഒട്ടിച്ചേർക്കപ്പെടണം. ഞാനതിന് കൊടുക്കുന്ന വ്യാഖ്യാനം നിങ്ങൾ പല പ്രാവശ്യം കേട്ട് കാണും. ഇനി ഞാൻ ആവർത്തിക്കും. അത് യേശുവിന്റെ പാർശ്വം തുറന്നു കിടക്കുകയാണ്, ഉത്തിതനായ കർത്താവിന്റെ. എന്തുകൊണ്ട് അടച്ചില്ല? കാരണം അവിടെയാണ് നമ്മൾ അവിടെ നിന്ന് ഒഴുകിയ രക്തത്താലും വെള്ളത്താലും ഒട്ടിച്ചേർക്കപ്പെടേണ്ടത്. ആ വെള്ളവും രക്തവുമാണ് മാമോദീസ. അവിടെ നിന്ന് ഒഴുകിയ ജീവജലത്താലും അവിടെ നിന്ന് ഒഴുകിയ ജീവരക്തത്താലും മാമോദീസയും വിശുദ്ധ കുർബാനയാലും നാം ഉത്ഥാനം ചെയ്ത് യേശുവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ചേർക്കപ്പെടുകയാണ്. അപ്പോൾ അവൻ സാക്ഷാൽ മുന്തിരിയും നമ്മൾ ശാഖകളുമാകും. യോഹന്നാൻ 15:1. ഇത് സംഭവിക്കണം. അപ്പോൾ നമ്മൾ അവനെ തൊട്ടു. അവനെ തൊടുമ്പോൾ നമ്മുടെ പാപങ്ങൾ മുഴുവൻ പോകുന്നു. കർമ്മപാപവും ഉത്ഭവപാപവും ഒക്കെ കത്തിപ്പോകുന്നു. ഇതാണ് മാമോദീസ, സൈർലേപനം, കുർബാന. ചുരുക്കത്തിൽ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെ തന്റെ ക്രൂര മരണത്തെ സ്നേഹത്തിന്റെ വിപ്ലവാത്മക പ്രവൃത്തിയായി കർത്താവ് രൂപാന്തരപ്പെടുത്തുകയാണ്. ആരും അതിൽ പിടിച്ചെടുക്കുകയല്ല, ഞാൻ സ്വയമേവ സമർപ്പിക്കുകയാണ്. കാരണം അതെനിക്ക് തിരിച്ചെടുക്കാൻ അധികാരമുണ്ട്. ഇതാണ് മരണം വരെ എത്തുന്ന, ഏതറ്റം വരെയും പോകുന്ന ആത്മബലിയുടെ സ്നേഹം. സ്നേഹത്തിന്റെ ആത്മബലി എന്ന് പറയാം. അതാണ് കുറച്ചുകൂടി നല്ല വാക്ക്. അതിലൂടെ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഈ മരണം തന്നെ ബലിയായിട്ട് രൂപാന്തരപ്പെടുത്തുകയാണ്. അതിലൂടെ നമ്മുടെ അക്രമത്തെ അവൻ സ്വാംശീകരിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്,
പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെ യേശു തന്റെ ക്രൂര മരണത്തെ സ്നേഹത്തിന്റെ വിപ്ലവാത്മക പ്രവൃത്തിയായി രൂപാന്തരപ്പെടുത്തി. മരണം വരെ പോകുന്ന, ഏതറ്റം വരെയും പോകുന്ന ആത്മബലിയായി തന്റെ മരണത്തെ രൂപാന്തരപ്പെടുത്തി. അതിനാൽ ആ രക്തം, അതേ ജീവൻ കൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ജീവിക്കുന്നത്. ക്രിസ്ത്യാനിയുടെ യഥാർത്ഥ ആഹാരം അതാണ്, അവന്റെ രക്തം. ഇതാണ് വിശുദ്ധ കുർബാന. അവന്റെ രക്തം എന്ന് വെച്ചാൽ അവന്റെ ജീവൻ. അത് ആത്മബലി ആയതുകൊണ്ടാണ്. ആദാമിന്റെ പാപത്തിലേക്ക്, ഭൂതകാലത്തിലേക്കും ലോകാവസാനം വരെയുള്ള മനുഷ്യന്റെ പാപത്തിലേക്കും ഭാവിയിലേക്കും ഇതാണ് യേശുവിന്റെ കൈ എന്ന് പറയുന്നത്. ഈ കുരിശ്, യേശുവിന്റെ കുരിശ് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഭൂതകാലത്തിൽ ആദാമിന്റെ പാപത്തിലേക്കും ഭാവിയിൽ ലോകാവസാനത്തെ ഏറ്റവും അവസാനത്തെ മനുഷ്യന്റെ അവസാനം വരെയുള്ള മനുഷ്യനിലേക്കും എത്തി നിൽക്കുകയാണ്. അങ്ങനെ ഈ കുരിശ് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അത് ഇന്ന് എത്തി നിൽക്കുന്നത് ഈ കൂദാശയിലൂടെയാണ്. ഈ കൂദാശയിലൂടെ, ഇതിലൂടെ അല്ലാണ്ട് വേറെ എത്തി നിൽക്കാൻ മാർഗമില്ല. ഇതല്ലാതെ യേശുവിനെ ശാരീരികമായി സ്പർശിക്കാൻ വേറൊരു മാർഗമില്ല. യേശുവിൽ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നാണ് പലരും പറഞ്ഞ് നടക്കണേ. ഈ വിശ്വസിക്കുന്ന പറഞ്ഞാൽ മനസ്സിലെങ്ങനെ വിചാരിക്കുന്നതാണോ, അതോ ആ വിശ്വാസം കൊണ്ട് യേശുവിനെ സ്പർശിക്കുന്നതാണോ? സ്പർശിക്കുന്നതല്ലേ. ആ സ്ത്രീ വിശ്വാസത്തോടെ സ്പർശിച്ചു, അവളുടെ രോഗം മാറി. ഞാൻ അത് ചെയ്യാൻ നിനക്ക് കഴിയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കഴിയുന്നുണ്ട്. യേശു അവന്റെ തലയിൽ കൈവച്ചു. കണ്ണുകളിൽ അവൻ സ്പർശിച്ചു, കണ്ണുകളിൽ ചെളി പൂശി. തീർച്ചയായിട്ടും അവൻ അകലിൽ നിന്നുകൊണ്ടും പലരും സുഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും സ്പർശനം, കൈവപ്പ്, ചെളി, വസ്ത്രത്തിന്റെ അറ്റം, ഇതൊക്കെ സ്പർശനത്തിലൂടെയല്ലേ ഇതൊക്കെ നൽകപ്പെട്ടത്. സ്പർശനത്തിലൂടെയാണ് രക്ഷ നൽകപ്പെടുന്നത്. വെറുതെ മനസ്സിൽ വിശ്വസിച്ചാൽ പോരാ. ആ വിശ്വാസം പ്രവൃത്തിയാകണം. ഏത് പ്രവൃത്തി? യേശുവിനെ സ്പർശിക്കുന്ന പ്രവൃത്തി. അത് നടക്കുന്നത് കൂദാശയിലാണ്. അങ്ങനെയാണ് ദൈവം മനുഷ്യനായ ആളെ, ചരിത്രത്തിൽ വന്ന ആളെ എല്ലാ കാലത്തുമുള്ള മനുഷ്യർക്ക് തൊടാനും സ്പർശിക്കാനും കഴിയുന്നത്. ഇങ്ങനെ സ്പർശിച്ച് നമ്മൾ മാമോദീസ, സൈർലേപനം, കുർബാന നമ്മൾ പറഞ്ഞു. പക്ഷെ അതിനുശേഷം നമ്മൾ പാപം ചെയ്യില്ലേ? പാപം ചെയ്യും. അതിനെന്താ മാർഗം? അപ്പൊ ഈ പാപം കർത്താവ് എടുക്കാൻ എന്താ ഒരു മാർഗം? നമ്മുടെ പാപം അവൻ സ്വാംശീകരിക്കാൻ എന്താ മാർഗം? അത് പാദക്ഷാളനത്തിന്റെ രംഗത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ പാദങ്ങൾ കഴുകി തേച്ച് മാച്ച് കളഞ്ഞ്, അവരുടെ പാപങ്ങൾ തേച്ച് മാച്ച് കളഞ്ഞ് സ്വർഗത്തിലെ ഈ ബലിപീഠത്തില് അതിഥികളായിട്ട് ക്ഷണിക്കുകയാണ്. പത്രോസിന്റെ അടുത്ത് വന്നപ്പോൾ പത്രോസ് പറഞ്ഞു, എന്റെ കാല് കഴുകാൻ നീ എന്റെ കാല് കഴിഞ്ഞാൽ അനുവദിക്കില്ല. അപ്പൊ യേശു പറഞ്ഞു, ഇപ്പൊ നിനക്ക് മനസ്സിലാകില്ല, പിന്നെ മനസ്സിലാകും. എന്ത് ചെയ്താലും നീ എന്റെ കാല് കഴുകാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. അപ്പൊ യേശു വളരെ അറുത്ത് മുറിച്ച് പറഞ്ഞു, നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. പങ്ക് ഹെലേക്ക് എന്നാണ് അതിന്റെ ഗ്രീക്ക്, മേറോസ് എന്നാണ് ഹെലേക്ക് എന്നാണ് ഹീബ്രു, മെറോസ് എന്നാണ് ഗ്രീക്ക് എന്ന് ഞാൻ ഓർക്കുന്നത്. പങ്ക് എന്ന് പറഞ്ഞാൽ, ഹെലേക്ക് എന്ന് പറഞ്ഞാൽ പിതൃസ്വത്തിൽ അവകാശം എന്നാണ് അർത്ഥം. പൈതൃക അവകാശം. നിന്റെ കാല് കഴുകാൻ നീ എന്നെ അനുവദിക്കുന്നില്ലെങ്കിൽ എന്റെ പിതൃസ്വത്തിൽ, എന്റെ പിതാവിന്റെ സ്വത്തിൽ നിനക്ക് അവകാശമില്ല, പങ്കില്ല, ഓഹരിയില്ല. ഓഹരിയും പങ്ക് അവകാശം എന്നൊക്കെ കേട്ട് കഴിയുമ്പോൾ പത്രോസ് തനി മനുഷ്യനാണ്, പച്ച മനുഷ്യനാണ് ഈ പത്രോസ്. അപ്പോൾ എല്ലാ അവകാശവും ഓഹരിയും തനിക്ക് പോരട്ടെ എന്ന് വിചാരിച്ചിട്ട് പത്രോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ എന്റെ കാല് മാത്രമല്ല, എനിക്ക് ഒരു മൊത്തം ഒന്ന് കുളിക്കണം, ശരീരം മുഖമൊക്കെ കഴുകണം. അപ്പൊ യേശു പറഞ്ഞു, കുളി കഴിഞ്ഞവന്റെ കാലുകൾ മാത്രം കഴുകിയാൽ മതി. കുളി കഴിഞ്ഞവന്റെ ശരീരം മുഴുവൻ കഴുകേണ്ട കാര്യമില്ല, കാലുകൾ മാത്രം കഴുകിയാൽ മതി. എന്താണ് കുളി? മാമോദീസ കഴിഞ്ഞവന്റെ മാമോദീസയിൽ എന്താ സംഭവിക്കുന്നത്? നമ്മളെ പരിശുദ്ധാത്മ കൊണ്ട് ചുറ്റുകയാണ്. പക്ഷെ മാമോദീസ കഴിഞ്ഞിട്ട് നമ്മൾ പാപം ചെയ്താൽ നമ്മുടെ കാലിൽ ചെളി പറ്റിയതുപോലെയാണ്. പ്രതീകങ്ങളിലൂടെ കർത്താവ് സംസാരിക്കണേ. അതുകൊണ്ട് പ്രതീകങ്ങൾ ഉപയോഗിച്ച് കൂദാശ നമ്മൾ അർപ്പിക്കുന്നത്. പ്രതീകങ്ങൾ വേണ്ടാന്ന് പറയുന്നവർക്ക് യേശുവിനെ അറിയില്ല, തിരുവചനം അറിയില്ല, യാതൊന്നും അറിയില്ല. അപ്പൊ പ്രതീകങ്ങളിലൂടെ കർത്താവ് ചെയ്തത് എന്താണ്? കാൽപാദങ്ങൾ കഴുകുന്നത് നമ്മൾ മാമോദീസയ്ക്ക് ശേഷമുള്ള, ആദ്യത്തെ കുളിക്ക് ശേഷമുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ കാൽപാദങ്ങളിൽ ചെളി പറ്റിയതുപോലെയാണ്. ആ പാദങ്ങളിലെ ചെളി, അതായത് മാമോദീസയ്ക്ക് ശേഷമുള്ള പാപങ്ങൾ കഴുകിക്കളയാൻ യേശുവിനെ അനുവദിക്കുന്നില്ലെങ്കിൽ യേശുവിന്റെ പിതൃസ്വത്തിൽ നമുക്ക് ആർക്ക് അവകാശമില്ല. യഹോവ സാക്ഷികളെ, പെന്തക്കോസ്ത് ദൈവസഭക്കാരെ, നിങ്ങൾ ആദ്യത്തെ കുളി കഴിഞ്ഞ് പിന്നെയും പാപം ചെയ്ത് ആ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് യേശുവിനെ അനുവദിക്കാത്തവരാണ്. അതുകൊണ്ട് പിതൃസ്വത്തിൽ നിങ്ങൾക്ക് അവകാശമില്ല. എന്ന് വെച്ചാൽ എന്താണ് കുമ്പസാരം? നമ്മുടെ ആത്മാവിന്റെ മൗനത്തിൽ, നിശബ്ദതയിൽ നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞ് വ്രണമാകാൻ നാം അനുവദിക്കരുത്. നമ്മുടെ ആത്മാവിന്റെ നിശബ്ദതയിൽ, മൗനത്തിൽ നമ്മുടെ പാപങ്ങൾ ചീഞ്ഞളിഞ്ഞ് വ്രണമാകാൻ നമ്മൾ അനുവദിക്കരുത്. നമ്മളത് ഏറ്റു പറയണം.
അപ്പോൾ നാം അവയെ ക്രിസ്തുവിന്റെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണ്. അത് യേശുവിനെ ശുദ്ധീകരിക്കുന്ന സ്നേഹത്തിൽ നിക്ഷേപിക്കുകയാണ്. യോഹന്നാൻ 3:20-21. അപ്പോൾ കർത്താവ് നമ്മുടെ അഴുക്കായ പാദങ്ങൾ കഴുകി അവനോടത്തുള്ള ഭക്ഷണത്തിൽ പങ്കുചേരാൻ അവന്റെ മേശയിലേക്ക് ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുകൊണ്ടാണ് ക്രിസ്മസിന്റെ അവസരത്തിലൊക്കെ അതിന് മുമ്പൊക്കെ 3-4 ദിവസം അച്ഛന്മാരും കുമ്പസാരക്കൂട്ടിൽ തന്നെയാണ്. നമ്മുടെ കാൽപാദങ്ങൾ കഴുകാൻ യേശുവിനെ അനുവദിക്കുകയാണ്. അതാണ് കുമ്പസാരക്കൂട്ടിൽ ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ സ്ഥാനത്തിരുന്ന് വൈദികർ ചെയ്യുന്നേ. അങ്ങനെ കാൽപാദങ്ങൾ കഴുകി മാമോദിസയ്ക്ക് ശേഷമുള്ള പാപങ്ങളുടെ അഴുക്കെല്ലാം യേശു തന്നെ കഴുകാൻ നമ്മൾ അനുവദിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ യേശു തന്നെ അവന്റെ മേശയിലേക്ക് ബലിപീഠത്തിൽ കൊണ്ടുപോകുന്നു. അവനെ തന്നെ പകുത്വം നൽകുന്നു. ഈ കാലദേശങ്ങൾ ഒത്ത മധ്യത്തിലാണ് യേശു കുരിശ് നാട്ടിയിരിക്കുന്നത്. അത് യേശു ഇങ്ങനെ കുരിശായി നിൽക്കുന്നത് കാലത്തിന്റെയും ദേശത്തിന്റെയും ഒത്ത നടുക്കാണ്. അത് ഈ ശുദ്ധീകരിക്കുന്ന സ്നേഹത്തെ എല്ലാവരിലേക്കും എത്തിപ്പിടിക്കാൻ, എല്ലാവർക്കും എത്തി നിൽക്കാനും എല്ലാവർക്കും അവനെ എത്തിപ്പിടിക്കാനും സാധ്യത ഒരുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. ഇതോ മനുഷ്യാവതാരവും ദശാവതാരവും തമ്മിൽ വ്യത്യാസം ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. ഇനി ആവർത്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ചില കൺക്ലൂഷൻസ് എടുത്ത് അവസാനിപ്പിക്കാം. പ്രപഞ്ചം മലീമസമായി തീർന്നിരിക്കുന്നു. ആദ്യ മനുഷ്യന്റെ പാപവും പിന്നെ എല്ലാ മനുഷ്യരുടെ പാപവും അക്രമവും എല്ലാം കൂടി ചേർന്ന് പ്രപഞ്ചം വൃത്തികേടായി മലീമസമായി കിടക്കുന്നു. അക്രമം മനുഷ്യ സ്വഭാവത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു. മൗലിക കൃപയിലേക്ക് വീണ്ടെടുക്കപ്പെടാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, രൂപാന്തരം. അല്ലാണ്ട് മൗലിക കൃപാവരത്തിലേക്ക്, വരപ്രസാദത്തിലേക്ക് വീണ്ടെടുക്കപ്പെടാൻ വേറെ ഒറ്റ മാർഗ്ഗമുള്ളൂ, രൂപാന്തരം. അക്രമികളെ ഇല്ലായ്മ ചെയ്യാൻ അക്രമത്തിന്റെ മാർഗം സ്വീകരിക്കുന്ന എല്ലാ അവതാരങ്ങളും അക്രമം കൂട്ടുകയുള്ളൂ, അതിന് പരിഹാരമാകില്ല. ധർമ്മം സ്ഥാപിക്കാൻ പറ്റില്ല. അക്രമത്തിലൂടെ ധർമ്മം സ്ഥാപിക്കാൻ പറ്റില്ല, നീതി സ്ഥാപിക്കാൻ പറ്റില്ല. അക്രമത്തെ പ്രസവിക്കുകയുള്ളൂ. ദൈവത്തിന്റെ മക്കളാണ് പിഴച്ചു പോയിരിക്കുന്നത്, ദൈവത്തിന്റെ മക്കള്. അതിനാൽ മക്കളെ നശിപ്പിക്കാതെ അവരിലെ തിന്മയെ നശിപ്പിക്കണം, പരിഹരിക്കുകയും വേണം. അവരിലെ പാപത്തെയും അക്രമത്തെയും സ്വാംശീകരിച്ച് വിഴുങ്ങി സ്നേഹത്താൽ രൂപാന്തരപ്പെടുത്തണം. മക്കളെ കൊന്നുകളയാൻ അപ്പന് പറ്റുമോ? ഏതെങ്കിലും ദേവൻ അങ്ങനെ സാധിച്ചാൽ ദേവനാകുമോ? ചുരുക്കത്തിൽ മാനുഷിക പാപങ്ങളെയും അക്രമങ്ങളെയും സ്വാംശീകരിച്ച് രൂപാന്തരപ്പെടുത്തുന്ന കുരിശാണ് ക്രിസ്തു. അതിനാൽ അവനോട് ഒട്ടിച്ചേർക്കപ്പെടേണ്ടതുണ്ട്. അതിലൂടെ മാത്രമേ രൂപാന്തരവും പരിഹാരവും സാധ്യമാകൂ. ശാരീരികമായിട്ട് ഒട്ടിച്ചേർക്കപ്പെടണം. അതാണ് മാമോദീസും കുർബാനയൊക്കെ. അതായത് ക്രിസ്തുമതം മറ്റേതെങ്കിലും മതം പോലെയല്ല, ഒരു പുതിയ ആശയമല്ല. ഇതിനകത്തൊരു പുതുമ എന്ന് പറയുന്നത് ഒരാളാണ്. ദൈവം മനുഷ്യനായി വന്ന ആള്. അവൻ മരിച്ചു ഉത്ഥാനം ചെയ്തു. അങ്ങനെ എല്ലാ മനുഷ്യർക്കും മനുഷ്യൻ എന്ന നിലയിൽ അവനെ തൊടാനുള്ള സാധ്യത ഒരുക്കിയവൻ. അത് അവൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ദൈവം മനുഷ്യനായി വന്ന് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് മറുമരുന്നായവൻ അവൻ മാത്രമാണ്. അതിൽ നിന്ന് അടുത്തൊരു നിഗമനം കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ലോഗോസ്, ദൈവമായ ലോഗോസ് മനുഷ്യനായി അവതരിച്ചു, അവൻ മരിച്ചു ഉത്ഥാനം ചെയ്തു. അപ്പോൾ യേശുവിന്റെ കുരിശിലെ മരണമാണ് ദൈവപിതാവിനെ ആരാധിക്കാനുള്ള യഥാർത്ഥ ബലി. എന്താണ് യഥാർത്ഥ ആരാധന? യഥാർത്ഥ ആരാധന അനുസരണമാണ്. ദൈവം മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അനുസരണമാണ്, മൃഗബലികളല്ല. എല്ലാം തികഞ്ഞതും അലംഘനീയവുമായ അനുസരണം. ഞാൻ മൃഗബലിയല്ല ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. ഞാൻ മൃഗബലിയല്ല ആഗ്രഹിക്കുന്നത് അനുസരണമാണ്. കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തിയ മനുഷ്യനും ദൈവമായ പുത്രൻ തമ്പുരാൻ ഈ ആരാധനയാണ് സമർപ്പിച്ചത്. മരണം വരെ അനുസരിച്ച അലംഘനീയമായ അനുസരണം, എല്ലാം തികഞ്ഞ അനുസരണം, തിരിച്ചെടുക്കാൻ പറ്റാത്ത അനുസരണം, അത് കൊടുത്ത പുത്രൻ തമ്പുരാനാണ് പിതാവിനെ ശരിയായിട്ട് ആരാധിച്ചത്. അതുകൊണ്ടാണ് അവൻ മഹാപുരോഹിതനായിരിക്കുന്നത്. ഈ ദൈവം മനുഷ്യനായ ആളുടെ അനുസരണമായതിനാൽ അവന്റെ അനുസരണം നമുക്ക് എല്ലാവർക്കും മാനദണ്ഡമാണ്. ചുരുക്കത്തില് പുതിയ ഉടമ്പടി സ്ഥാപിതമായിരിക്കുന്നത് അലംഘനീയവും തിരിച്ചെടുക്കാൻ കഴിയാത്തതുമായ യേശുവിന്റെ ഹൃദയത്തിലെ അനുസരണത്തിന്മേലാണ്. ഈ അനുസരണം, മനുഷ്യ സ്വഭാവത്തിന്റെ വേരിൽ തന്നെ സ്ഥാപിതമായിരിക്കുന്ന ഈ അനുസരണം പുത്രന്റെ അനുസരണമാണ്, ദൈവപുത്രന്റെ അനുസരണം. ആ പുത്രൻ ദാസന്റെ രൂപം സ്വീകരിച്ച് എല്ലാ മാനുഷിക ധിക്കാരങ്ങളും തന്റെ മേൽ ചുമന്ന് ആ ധിക്കാരങ്ങളെ കുരിശു പോലെ ചുമന്ന് കൊണ്ടുപോയി അതിലൂടെ സഹിച്ച് അതിന് കീഴടക്കി. ഇതല്ലേ ശരിക്കുള്ള പാവപരിഹാരം. അതിനാൽ യഥാർത്ഥ ആരാധന ഒരു മനുഷ്യ വ്യക്തിയാണ്, ആള്. ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ വചനത്താലും രൂപാന്തരപ്പെടുന്ന വചനത്താലും രൂപപ്പെടുത്തപ്പെട്ടവനും ദൈവത്തിലുള്ള
പരിപൂർണ മറുപടിയും ആയിത്തീർന്ന ഒരു മനുഷ്യ വ്യക്തി യേശുക്രിസ്തു. അതിനാൽ തന്നെ യഥാർത്ഥ പൗരോഹിത്യം ജനത്തെ ദൈവത്തിലുള്ള കാഴ്ചയായി വഴിപാടായി രൂപാന്തരപ്പെടുത്തുന്ന വചനത്തിന്റെയും കൂദാശയുടെയും ശുശ്രൂഷയാണ്. അതിലൂടെ സ്രഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിലുള്ള സ്തുതിയും നന്ദിയുമായി പ്രപഞ്ചം തന്നെ മാറുകയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ഒരു 1.25 മണിക്കൂറായി. നിങ്ങൾ 3, 5, 10 പ്രാവശ്യം കേൾക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഓരോ വചനവും ഒരു 5-6 പ്രാവശ്യം കേൾക്കുക. ഓരോ വചനവും ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. പല കാര്യങ്ങളും ഞാൻ ബെനഡിക്ട് മാർപ്പാപ്പയുടെ പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ അത്രയും ആഴപ്പെട്ട ദൈവശാസ്ത്രമാണ്, അതേസമയം നമ്മുടെ കണ്ണു തുറപ്പിക്കുന്ന സംഗതിയുമാണ്. അതിനാൽ ഇത് പല പ്രാവശ്യം കേട്ട്, അനേക പ്രാവശ്യം കേട്ട്, നോട്ടെടുത്ത്, അങ്ങനെ നിങ്ങൾ അയ്യോ ഇതൊന്നും കേട്ടാൽ മനസ്സിലാകില്ലല്ലോ എന്ന് വിചാരിക്കാതെ, അങ്ങനെയല്ല, പല പ്രാവശ്യം കേൾക്കുമ്പോൾ നമ്മൾ ആ ഭ്രമണപഥത്തിലേക്ക്, ഞാൻ പറഞ്ഞ വാക്കുകളുടെ ഭ്രമണപഥത്തിലേക്ക് നിങ്ങൾ കയറും. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ വാക്കുകൾ ഒരുമിച്ച് സഞ്ചരിക്കാൻ പറ്റും. കർത്താവ് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് തന്നെ നിങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിക്കട്ടെ. ഈ തിരിച്ചറിയുന്ന സത്യം മറ്റുള്ളവർ പങ്കുവെക്കാനും നിങ്ങൾ മനസ്സ് വയ്ക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ.